الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ സഹോദരിമാരെ, ഉംദത്തുൽ അഹ്കാമിലെ കിതാബുൻ നിക്കാഹ്, നിക്കാഹുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നമ്മൾ വായിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിക്കാഹ് നിഷിദ്ധമായ ആളുകൾ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതേപോലെ തന്നെ നിക്കാഹ് നടക്കുമ്പോൾ വെക്കുന്ന നിബന്ധന അത് ശരിയായ നിബന്ധനയാണെങ്കിൽ, ഇസ്ലാമികമായ നിബന്ധനയാണെങ്കിൽ അത് പാലിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ബാധ്യതയാണ് തുടങ്ങിയ കാര്യങ്ങൾ അറിയിക്കുന്ന ഹദീസാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അവസാനമായി മനസ്സിലാക്കിയത്. അടുത്തത് ഇതിലുള്ള ഇന്നത്തെ ഹദീസ്, അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിശ് ശിഗാർ والشغار أن يزوج الرجل ابنته على أن يزوجه الآخر ابنته ليس بينهما صداق. ഇത് ഒരു വിലക്കപ്പെട്ട നിക്കാഹിന്റെ രീതിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് ആ വിലക്കപ്പെട്ട രീതി? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നു, നഹാ അനിശ് ശിഗാർ, അല്ലാഹുവിന്റെ റസൂൽ ഷിഗാർ എന്ന് പറയുന്ന നിക്കാഹിന്റെ രീതി വിലക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഷിഗാർ? والشغار أن يزوج الرجل ابنته على أن يزوجه الآخر ابنته ليس بينهما صداق. ഒരാൾ തന്റെ മകളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കും, എന്നിട്ട് അയാളുടെ മകളെ ഇയാളും വിവാഹം ചെയ്യും. ലൈസ ബൈനഹുമാ സദാഖ്, മഹർ അതിന്റെ ഇടയിൽ ഉണ്ടാവില്ല. ഇപ്പൊ ഒരാൾക്ക് സെയ്ദിന് മകളുണ്ട്, സെയ്ദിന്റെ മകള് അമ്രിന് വിവാഹം ചെയ്തു കൊടുക്കാൻ. അങ്ങനെ അമ്ര സെയ്ദിന്റെ മകളെ നിക്കാഹ് കഴിക്കും, അമ്രിന്റെ മകളെ സെയ്ദും നിക്കാഹ് കഴിക്കും. പരസ്പരം എന്തുണ്ടാവില്ല? മഹർ ഉണ്ടാവില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മഹർ അങ്ങ് ക്യാൻസലാക്കി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ രണ്ടും വലിയകളാണ്. ആ മഹർ സ്വീകരിക്കാത്ത രൂപത്തിൽ അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നതാണ്. ഇത് നിഷിദ്ധമായ ഒരു നിക്കാഹാണ്, അത് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിലക്കുള്ള വിവാഹം സഹോദരങ്ങളെ പാടില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത്. കാരണം അവിടെ ഒരു സ്ത്രീക്ക് അതിൻ്റെതായ വിലയുണ്ട്. കാരണം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരാൾ ആ സ്ത്രീയുടെ വിലക്കപ്പുറത്തേക്ക് തനിക്ക് വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹത്തിൽ ആരെങ്കിലുമൊക്കെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്ന, ചിലപ്പോൾ രണ്ടാളുകൾ തമ്മിൽ വലിയ പ്രായ വ്യത്യാസം ഉണ്ടാകും. ഇബ്നു സൈം റഹിമഹുല്ലാഹ് പറയാണ്, ചിലപ്പോൾ ഒരാൾ 40 വയസ്സ്, മറ്റൊരാൾ ചിലപ്പോൾ 60 വയസ്സൊക്കെ ഉണ്ടാകും. 40 വയസ്സുള്ള ആൾ അയാളുടെ മകളെ 60 വയസ്സുള്ള ആൾ കല്യാണം കഴിക്കും, 60 വയസ്സുള്ള ആൾ മകളെ 40 വയസ്സുള്ള ആൾ കല്യാണം കഴിക്കും. അപ്പോൾ ആ സ്ത്രീയുടെ ഹക്കിൽ ഒരു കുറവ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിരിക്കുന്നു. അങ്ങനെ ഇസ്ലാമിൽ അങ്ങനെ ഷിഗാർ ഇല്ല, ഷിഗാർ എന്ന് പറയുന്ന കാര്യം ഇല്ല. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടാണ് പറയുന്നത്. എന്നാൽ വേറെ ചില മസാലകളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അത് പരസ്പരം അതിൻ്റെ ഇടയിൽ മഹർ കൊടുത്തു കഴിഞ്ഞാൽ ഷിഗാർ അത് ഹലാലാകുമോ എന്നാണ്. ഇപ്പൊ രണ്ടാളുകൾ, ഒരാളുടെ മകളെ മറ്റൊരാൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നു, വേറൊരാളുടെ മകളെ ഇയാളും കല്യാണം കഴിക്കുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ സദാഖ് അഥവാ മഹർ കൊടുക്കുകയാണെങ്കിൽ അത് ശരിയാകുമോ? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അത് ഷിഗാർ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല, അങ്ങനെ ആയാലും ഷിഗാറാണ്. വേറെ ചിലർ പറഞ്ഞു അവിടെ ഷിഗാറല്ല, അവിടെ മഹർ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ പരസ്പരം സ്ത്രീകൾ, അതായത് രണ്ട് പെൺമക്കളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൃപ്തിപ്പെടുന്ന രൂപത്തിലാണെങ്കിൽ, കുഫൊക്കുന്ന രൂപത്തിലൊക്കെ ആണെങ്കിൽ അവിടെ കുഴപ്പമില്ല എന്ന അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അഥവാ മഹർ കൊടുക്ക് പരസ്പരം താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് കാരണമാണോ ആ വിവാഹം നിഷിദ്ധമാകാൻ കാരണമായിട്ടുള്ള കാരണം അവിടെ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് അനുവദനീയമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഷിഗാർ എന്നുള്ള വാക്കിന് വ്യത്യസ്ത അർത്ഥങ്ങൾ, ഭാഷാപരമായ അർത്ഥങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ഇതിന് മസല പറഞ്ഞിട്ടുണ്ട്. ഷിഗാർ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ഷഗറൽ മക്കാൻ എന്ന് പറഞ്ഞാൽ ഇദാഖല, അവിടെ കാലിയായാലാണ് ഷഗറ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ നമ്മുടെ അടുത്ത് ഒരു വലീഫത്തുൻ ഷാഗറ, ഒരു ജോലി ഒഴിവുണ്ട് എന്നാണ്, ജോലിക്ക് വാക്കന്റ് ആണ്, വാക്കന്റ് എന്നുള്ള അർത്ഥമാണ്, വാക്കൻസി എന്നുള്ള അർത്ഥമാണ് ഷാഗിറ എന്ന് പറയുന്ന വാക്കിനർത്ഥം. അപ്പൊ അവിടെ മഹർ ഇല്ലാത്തതാണ്, മഹർ വാക്കന്റ് ആവുക എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അതുകൊണ്ട് മഹർ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഷിഗാർ എന്ന് പറയുന്ന വാക്കിന് അതിൽ പെടുകയില്ല, കാരണം അവിടെ മഹർ വന്നു. അപ്പൊ മഹർ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാൾക്ക് മറ്റൊരാളുടെ മകളെയും അയാൾക്ക് ഇയാളുടെ മകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം ചെയ്യാം, അതിന് കുഴപ്പമില്ല എന്ന രൂപത്തിലേക്കാണ് പറയുന്നത്. വേറെ ചിലർ പറഞ്ഞു അല്ല, ഷഗറ എന്ന് പറയുന്ന വാക്ക് അത്
വളരെ മോശപ്പെട്ട വേറൊരു അർത്ഥമുണ്ട്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നായ മൂത്രമൊഴിക്കുന്നതിന് ഷഗറൽ കൽബ് എന്ന് പറയും. അപ്പൊ നായ മൂത്രമൊഴിക്കുന്ന നമുക്ക് കാണാം, 4 കാലിൽ നായ മൂത്രമൊഴിക്കില്ല, ഒരു കാല് പൊക്കി വെച്ചിട്ട് ആണ് നായ മൂത്രമൊഴിക്കുക. ആ ഒരു കോലത്തിനെയാണ് അറബി ഭാഷയിൽ ഷഗറ എന്ന് പറയുക. ഷഗറൽ കൽബു എന്ന് പറഞ്ഞാൽ അതാണ് ഇത് അറഫ അരിജ്ലഹു ലിയബൂൽ, നായ കാല് പൊക്കി മൂത്രമൊഴിക്കുന്നതിനാണ് പറയുന്നത്. അതൊരു കബീഹായ നായയുടെ ഒരു കോലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കബീഹാണ്, ഷിഗാർ എന്ന് പറയുന്ന കാര്യം കബീഹാണ്. അത് ഏത് നിലക്കും ആ ഷിഗാറിന്റെ രൂപം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനേ പാടില്ല. മഹർ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി അത് പാടില്ല എന്നാണ് പറയുന്നത്. ഇനി ശരി, അങ്ങനെ ആരെങ്കിലുമൊക്കെ നിക്കാഹ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഹുക്കും? അത് ബാത്തിലാണ് എന്നാണ്. ആ നിക്കാഹ് ബാത്തിലാണ്, അത് ക്യാൻസൽ ചെയ്യണം. അത് ആ നിക്കാഹ് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണം, അത് ഒഴിവാക്കണം. കാരണം ഹദീസിൽ വന്നിട്ടുണ്ട്, കുല്ലു ഷർത്തിൻ ലൈസ ഫീ കിതാബില്ലാഹ് ഫഹുവ ബാത്തിൽ. അള്ളാഹുവിന്റെ കിതാബിൽ ഇല്ലാത്തതായ ഷർത്തുകൾ ഏതുണ്ടെങ്കിലും അത് ബാത്തിലാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പന ഇല്ലാത്തതായ ഒരു പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് ഉണ്ടെങ്കിൽ അത് വിവാഹം അത് പിരിക്കുന്നതായിരിക്കും. അതാണ് ചെയ്യേണ്ടത്. വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. എന്നാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് വിവാഹം ചെയ്യാമോ? വിവാഹം ചെയ്യാവുന്നതാണ്. അങ്ങനെ 2 ആളുകൾ അങ്ങനെയാണ് വിവാഹം ചെയ്തത് എങ്കിൽ, അറിയാതെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിരിക്കുകയും പിന്നീട് അവർക്ക് പുതിയ അഖ്ദിൽ വീണ്ടും നിക്കാഹ് കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. അങ്ങനെ തെറ്റായ രൂപത്തിൽ നിക്കാഹ് നടക്കുകയും അതിൽ കുട്ടികളൊക്കെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ കുട്ടികൾ കുഴപ്പമില്ല. അത് ഒരിക്കലും തന്നെ വ്യഭിചാരത്തിലുള്ള കുട്ടികളായി പരിഗണിക്കപ്പെടുകയില്ല. മറിച്ച് അത് ഹലാലായ രീതിയിൽ തന്നെയാണ്. കാരണം ജഹ്ല് എന്ന് പറയുന്ന ഉദുർ അവർക്കുണ്ട്. അങ്ങനെയുള്ള ജഹ്ല് എന്നുള്ളത് ഉദുറുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടികൾ അവരുടെ കുട്ടികളായിട്ട് തന്നെയാണ് പരിഗണിക്കുക. അവരുടെ ബന്ധം വേർപ്പെടുത്തി പുതിയ നിക്കാഹിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അവർക്കത് പരിഹരിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഹദീസ്, عن علي بن أبي طالب رضي الله عنه أن النبي صلى الله عليه وسلم نهى عن نكاح المتعة يوم خيبر وعن لحوم الحمر الأهلية. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധ വേളയിൽ 2 കാര്യത്തെ വിലക്കിയതാണ് ഈ ഹദീസിൽ പറയുന്നത്. ഒന്ന് നിക്കാഹുൽ മുത്അ, ഒരു അവധി വെച്ചുകൊണ്ടുള്ള നിക്കാഹ്, അത് പാടില്ല. 1 മാസത്തേക്ക് ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുക, 1 ദിവസത്തേക്ക് സ്ത്രീയെ വിവാഹം ചെയ്യുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയാണ്. അതേപോലെ തന്നെ വഅൻ ലുഹൂമിൽ ഹുമറിൽ അഹ്ലിയ, നാട്ടു കഴുതയെ കഴിക്കാൻ പാടില്ല. ഇത് നാട്ടു കഴുതയെ കഴിക്കാൻ പാടില്ല, അത് വിലക്കുകയാണ്. 2 കാര്യങ്ങളാണ് അവിടെ വിലക്കിയിരിക്കുന്നത് എന്നാണ്. അപ്പൊ ഒന്നാമത്തെ നിക്കാഹുൽ മുത്അ എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹുവ നിക്കാഹുൽ മുഅജ്ജൽ, ഒരു അവധി വെച്ചുകൊണ്ട് നിക്കാഹ് കഴിക്കുക എന്നുള്ളതാണ്. 1 മാസത്തേക്ക്, അതല്ലെങ്കിൽ ഈ വർഷം കഴിയുന്നത് വരെ, അതല്ലെങ്കിൽ ഇന്ന ആള് വരുന്നത് വരെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക ഒരു പരിധി വെച്ചുകൊണ്ട് നിക്കാഹ് കഴിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. കാരണം നിക്കാഹിന്റെ അടിസ്ഥാനം തന്നെ അത് എപ്പോഴും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നിക്കാഹ് കഴിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്കാഹിനെ കുറിച്ച് പറഞ്ഞത്, വിവാഹത്തെ കുറിച്ച് പറഞ്ഞത്, ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഒരൊറ്റ ശരീരത്തിൽ നിന്നും നിങ്ങളെ പടച്ചത്. വജഅല മിൻഹാ സൗജഹാ ലിയസ്കുന ഇലൈഹ, അതിൽ നിന്ന് തന്നെയാണ് അവന്റെ ഇണയെ പടച്ചിട്ടുള്ളത്. ലിയസ്കുന ഇലൈഹ, അവൻ അവളിലേക്ക് ചായുന്നതിന് വേണ്ടി, സമാധാനത്തോടുകൂടി അവർ ഒരുമിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ കേവലം ദേഹേച്ഛകളുടെ പൂർത്തീകരണം മാത്രമല്ല വിവാഹം എന്ന് പറയുന്നത്, മറിച്ച് അതിനപ്പുറത്തേക്കുള്ള ബന്ധം അതിലുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്ത് റൂമിലും പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണയെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത്. ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ അവളിലേക്ക് ചായുന്നതിന് വേണ്ടി, സമാധാനം അടയുന്നതിന് വേണ്ടി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ നിക്കാഹിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹുവ ദവാമാണ്, എപ്പോഴേക്കും വേണ്ടിയിട്ടാണ്. മരണം വരെ വിവാഹത്തിലായി തുടരുക എന്നുള്ളതാണ്. അതല്ല താൽക്കാലികമായിട്ടുള്ള ഒരു രീതിയല്ല നിക്കാഹ് എന്ന് പറയുന്നത്. മരണം വരെ ഒരു സ്ത്രീയുമായി ഒരുമിച്ച് ജീവിക്കുക എന്നതാണ് നിക്കാഹ് എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു അടിസ്ഥാനത്തെ പൊളിച്ചു കളയുന്ന കാര്യമാണ് ഈ മുത്അ എന്ന് പറയുന്ന ഈ ഒരു രീതി. അത് പാടില്ല എന്നാണ് പറയുന്നത്. അത് ഫാസിദായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ രൂപത്തിൽ ആരുടെയെങ്കിലുമൊക്കെ വിവാഹം അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതും ഈ പറയുന്നത് പോലെ ഫാസിദായതാണ്, അത് പിരിച്ചു കളയേണ്ടതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. 1 മാസത്തേക്ക്, 1 വർഷത്തേക്ക് എന്ന രൂപത്തിലേക്കുള്ള ആ ഒരു രീതി അത് പാടില്ല എന്നാണ് പറയുന്നത്. അത് നിർബന്ധമായും, ഇപ്പോൾ ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിൽ അത്തരം വിവാഹങ്ങളെ അത് നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ അത്തരം വിവാഹങ്ങളെ, വിലക്കപ്പെട്ട ഈ വിവാഹം ഇപ്പോഴും തുടരുന്ന ആളുകളുണ്ട്. റാഫിദകളെ പോലെയുള്ള ആളുകൾ, ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗമാണ് റാഫിദകൾ. ഷിയാക്കളിൽ പലതും, പല രാജ്യങ്ങളിലും അതിന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സ്ത്രീകളെ
കുറഞ്ഞ നേരത്തേക്ക് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അതിന്റെ വലിയകൾ, അതായത് അതിന്റെ നിബന്ധനകളൊക്കെ പാലിച്ച് വലിയകളൊക്കെ തന്നെയായിരിക്കും ചെയ്യുക. യഥാർത്ഥത്തിൽ അത് വ്യഭിചാരത്തിന്റെ മറ്റൊരു രീതിയായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്. വ്യഭിചാരത്തിന്റെ മറ്റൊരു രീതിയാണ്, അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതായത് ഒരാൾ അതിനുവേണ്ടി തൽക്കാലത്തേക്ക് വേണ്ടി മാത്രം വിവാഹം കഴിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ അത് പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ അവിടെ വേറൊരു മസ്അല ഇതുണ്ട്. നിക്കാഹ് ബിനിയത്ത് ത്വലാഖ് ഉദ്ദേശിച്ചുകൊണ്ട് നിക്കാഹ് കഴിക്കുക എന്ന് പറയുന്നത്, അതായത് ഒരു പരിധി പറയുന്നില്ല, ഒരു മാസത്തേക്ക് എന്നൊന്നും പറയുന്നില്ല. ഒരു മാസത്തേക്ക് അങ്ങനെ സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് മുത്തഅയായി, അത് നിഷിദ്ധമായി, സംശയമില്ല. എന്നാൽ വേറൊരു മസ്അല ഈ വിഷയത്തിലുണ്ട്. അത് നിക്കാഹു ബിനിയത്ത് ത്വലാഖ് എന്ന് പറയും. ത്വലാഖ് ഉദ്ദേശിച്ചുകൊണ്ട്, അതായത് എന്തായാലും പിന്നീട് ഒരിക്കൽ ത്വലാഖ് ചെയ്യണം. അവധിയൊന്നും നിശ്ചയിച്ചിട്ടില്ല, അവധിയൊന്നും പറയുന്നില്ല. പിന്നീട് ഒരിക്കൽ ഞാൻ ത്വലാഖ് ചെയ്യും. അപ്പൊ നിക്കാഹ് കഴിക്കുമ്പോൾ തന്നെ ത്വലാഖ് ചെയ്യണം എന്ന ഉദ്ദേശവുമായി ഉള്ള ഒരു നിക്കാഹുണ്ട്. അപ്പൊ അതിന്റെ ഹുക്കം എന്താണ്? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹംബലി മദ്ഹബിലൊക്കെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പ്രത്യേകിച്ചും ആധുനികരൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് മറ്റൊരു രൂപത്തിലുള്ള മുത്അ തന്നെയാണ് എന്നാണ്. ഇന്ന നിക്കാഹ ബിനിയത്ത് ത്വലാഖ് നിക്കാഹ് മുത്അ, അത് മുത്അയുടെ നിക്കാഹ് തന്നെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പാടില്ലാത്ത കാര്യമാണ്. കാരണം അവിടെയും ഏതാണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലത്തെ നിയ്യത്ത് തന്നെയാണുള്ളത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അതായത് അവൻ അവധി പറയുന്നില്ല എന്ന് മാത്രം. മുത്അയുടെ പ്രത്യേകത എന്താണെന്ന് അഖദിന്റെ സമയത്ത് തന്നെ പറയും. ഒരു വർഷത്തേക്കാണ് കേട്ടോ, ഇതാ ഇന്ന് മുഹറം മുതൽ ഇത്ര വരെ, അങ്ങനെ മുത്അയുടെ രീതി അതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷിയാക്കളുടെതൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ അത് മണിക്കൂർ, വ്യഭിചാരത്തിന് വേറെ പേരിട്ട് വിളിക്കുക, വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ്. ഒരു ദിവസം, ഒരു മണിക്കൂർ, ഒരു രാത്രി, ഇതൊക്കെയാണ് അവരുടെ നിക്കാഹിന്റെ രീതി. അത് ഹറാമാണെന്ന് സംശയമില്ല. എന്നാൽ നിക്കാഹു ബിനിയത്ത് ത്വലാഖ് എന്ന് പറയുന്നതിൽ എന്തില്ല, അവധി നിശ്ചയിക്കുന്നില്ല. അപ്പൊ അത് രണ്ടും മസല വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കണം. അതിൽ അവധി നിശ്ചയിക്കുന്നില്ല. അത് ത്വലാഖ് ചെയ്യുമെന്നൊരു നിയ്യത്ത് അവന്റെ മനസ്സിലുണ്ട്. നിക്കാഹ് കഴിക്കുമ്പോൾ തന്നെ ത്വലാഖ് ചെയ്യുമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ഹംബലി മദ്ഹബിലൊക്കെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അവിടെയും നിക്കാഹ് അത് എന്ത് ചെയ്യാണ്, മനസ്സിൽ ആ ഒരു നീയത്തുണ്ട്. അത് നിക്കാഹിന്റെ അടിസ്ഥാനത്തെ പൊളിച്ചു കളയുന്ന ഒരു നീയത്ത് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതെപ്പോഴും അത് ഒഴിവാക്കാം എന്നുള്ള നീയത്തോടു കൂടി നിക്കാഹ് ചെയ്യുമ്പോൾ. അതേതുപോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ 3 പ്രാവശ്യം ത്വലാഖ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഈ ത്വലാഖ് ചെയ്ത വ്യക്തിക്ക് അയാളെ എന്ത് ചെയ്യാൻ പറ്റും, ആ സ്ത്രീയെ തിരിച്ചെടുക്കാൻ പറ്റൂല. എപ്പോഴല്ലാതെ മറ്റൊരു പുരുഷൻ വിവാഹം കഴിച്ച് അവളുമായി ബന്ധപ്പെട്ട് അങ്ങനെ സ്വാഭാവികമായി അവർ പിരിഞ്ഞാലല്ലാതെ. അവിടെയും ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് ഒരാൾ എന്ത് ചെയ്ത് ഈ ഒന്നാമത്തെ ആൾക്ക് വേണ്ടി നിക്കാഹ് അയാൾക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ വേണ്ടി ഒരാൾ പകരം കല്യാണം കഴിച്ച് കുറച്ച് സവരെ കൂടെ കടന്ന് അങ്ങനെ പിന്നീട് അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് പാടില്ല. കാരണം അത് അതിന്റെ ഉദ്ദേശത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അവിടെയൊക്കെ നിയ്യത്താണ് പരിഗണിക്കുന്നത്. അല്ല സ്വാഭാവികമായി നിക്കാഹ് കഴിച്ച് സ്വാഭാവികമായി ഒഴിവാക്കിയതല്ല. അപ്പൊ അത് പാടില്ല. അപ്പൊ അതേപോലെ തന്നെയാണ് ഇത് എന്നാണ് പറയുന്നത്. എന്നാൽ വേറെ ഇതല്ലാത്ത അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ പറയാണ്, ഇവിടെ നിക്കാഹിന്റെ നിബന്ധനകളൊക്കെ എല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ട്. നിക്കാഹു ബിനിയത്ത് ത്വലാഖ്, നിക്കാഹിന്റെ നിബന്ധനകളൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അത് ചിലപ്പോൾ ഏതെങ്കിലും സാഹചര്യങ്ങളിലാണ് അവരനുവദിച്ചത്. ചില ആളുകൾ സാഹചരിച്ചത് അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ദൂര നാടുകളിൽ നിൽക്കേണ്ടി വന്നു. അപ്പൊ അവിടെ അവൻ ഫിത്ന ഭയപ്പെടുന്നുണ്ട്, ഹറാമുകളിലേക്ക് പോകും, നിഷിദ്ധങ്ങളിലേക്ക് പോകും, വ്യഭിചാരത്തിലേക്ക് പോകുമെന്ന് ഭയപ്പെടുന്നുണ്ട്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ അയാൾ എന്ത് ചെയ്യണം, അവിടെ നിക്കാഹ് കഴിക്കുകയാണ്. അങ്ങനെ നിക്കാഹ് കഴിച്ചാൽ ചിലപ്പോൾ ആദ്യം അങ്ങനെ ത്വലാഖ് ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ നിക്കാഹ് കഴിച്ചാലും ശരി, അവൻ പിന്നീട് എന്ത് ചെയ്യും, ചിലപ്പോൾ അവളുമായി ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയും അത് ബന്ധം മുന്നോട്ട് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ആ നിലക്ക് നിക്കാഹ് കഴിക്കാം എന്നാണ് ചില ആളുകൾ അനുവദിക്കാനുള്ള കാരണമായി പറയുന്നത്. എന്നാൽ പണ്ഡിതന്മാർ ശക്തമായി എതിർക്കുന്ന കാര്യം, ചിലർ അങ്ങനെ നിക്കാഹ് കഴിക്കുന്നതിന് വേണ്ടി ചില പ്രത്യേക നാടുകളിലേക്ക് പോവുകയും അങ്ങനെ കുറച്ചു കാലത്തേക്ക് അവിടെ ഉണ്ടാകും. അപ്പൊ അതിനുവേണ്ടി നിക്കാഹ് കഴിച്ച് ത്വലാഖ് ചെയ്യുക എന്ന് പറയുന്ന രൂപത്തിൽ ചെയ്യുന്നത് അത് തീർത്തും പാടില്ലാത്തതാണ്, മറ്റൊരു വ്യഭിചാരത്തിന്റെ ഇനമാണ് എന്ന് പണ്ഡിതന്മാർ വളരെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒരാൾ സൂക്ഷ്മത പുലർത്തുക, അത്തരം നിക്കാഹുകളിലേക്ക് ഇടപെടാതിരിക്കുക. മറിച്ച് നിക്കാഹ് കഴിക്കുമ്പോൾ ഒരിക്കലും ത്വലാഖ് ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ള നിയ്യത്ത് ഉണ്ടാകാതിരിക്കുക എന്നാണ് നോക്കേണ്ടത്. അത് പണ്ഡിതന്മാർ പറയാം. നീ ചിന്തിക്കുക, അത് അതിന്റെ വജ്ഹിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ നീ നിന്റെ മകളെ ഒരാൾ ഇങ്ങനെ നിക്കാഹ് ചെയ്യുന്നത് നീ ചിന്തിച്ചു നോക്കും. അതായത് ഒരു ത്വലാഖ് ചെയ്യാൻ കുറച്ചു കാലത്തേക്ക് കഴിഞ്ഞിട്ടുള്ള ത്വലാഖ് ചെയ്യും. അപ്പൊ നിന്റെ മകൾക്ക് നീ അത് ഇഷ്ടപ്പെടുമോ? ഇല്ല. ആളുകളുടെ മകളെ നിനക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നീ നിന്റെ കാര്യം ചിന്തിച്ചു നോക്കുക. നിന്റെ മകളെ ഒരാൾ ഇതേപോലെ നിക്കാഹ് ചെയ്ത് ഒരു കൊല്ലത്തേക്ക് അല്ലെങ്കിൽ അയാൾക്ക് തോന്നുമ്പോൾ അയാൾ ത്വലാഖ് ചെയ്യും. അങ്ങനെയാണ് അയാൾ നിക്കാഹ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇഷ്ടപ്പെടുമോ? അത്
ചിന്തിച്ചു നോക്കിയാൽ ഒരാൾ ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടാത്തത് മറ്റൊരാളുടെ കാര്യത്തിൽ നീ ഇഷ്ടപ്പെടരുത്. അപ്പൊ അങ്ങനെയുള്ള രീതിയുള്ള നിക്കാഹ് അത് പാടില്ല എന്നാണ്. രണ്ടാമത്തെ മസ്അല അത് ലുഹൂമുൽ ഹുംറിൽ അഹ്ലിയ, നാട്ടു കഴുത അതിനെ വിലക്കിക്കൊണ്ടുള്ളതാണ്, അത് നിഷിദ്ധമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നാട്ടുകഴുതല്ലാത്ത കാട്ടിലുള്ള കഴുതയെ അനുവദനീയമാണ്. അൽ ഹുംറുൽ വഹ്ശി അനുവദനീയമാണ്, അത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. അതൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ വേട്ടയാടുകയോ അറുക്കുകയോ ഒക്കെ ചെയ്യാം. കഴുത അനുവദനീയമാണ്. പക്ഷെ നാട്ടിൽ ഉപയോഗിക്കുന്ന ആളുകൾ പൊതുവെ യാത്രക്കും മറ്റുമൊക്കെ നാട് ഉള്ള ഇതിന് പാടില്ലാത്ത കാര്യമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട്. അടുത്ത ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം لا تنكه الأيم حتى تستأمر ولا تنكه البكر حتى تستأذن قالوا يا رسول الله كيف إذنها قال أن تسكت. സ്ത്രീയെ വിവാഹം കഴിക്കുന്ന സമയത്ത് അവളോട് താല്പര്യമുണ്ട് എന്നുള്ള കാര്യം അത് ഇസ്ലാം ഉറപ്പുവരുത്തുന്നുണ്ട്. ഒരു സ്ത്രീയെയും ഒരിക്കലും ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നിർബന്ധിച്ചിട്ട് ദീനുൽ ഇസ്ലാമിന് നിക്കാഹ് കഴിപ്പിക്കാൻ കഴിയില്ല. ദീനുൽ ഇസ്ലാമിൽ ഒരു സ്ത്രീയെ നിർബന്ധിച്ച് നിക്കാഹ് കഴിപ്പിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് രൂപത്തിൽ സ്ത്രീകളുണ്ട്. അതിലൊന്നാമത്തെ സ്ത്രീകൾ ലാ തുൻകഹുൽ അയ്യിമു ഹത്താ തുസ്തഅമർ. അയ്യിം എന്ന് പറഞ്ഞാൽ അവളുടെ ഭർത്താവ് മരണപ്പെടുകയോ അല്ലെങ്കിൽ മുത്തല്ലഖത്തായി ത്വലാഖ് ചെയ്യപ്പെടുകയോ ചെയ്തതായ സ്ത്രീകൾക്കാണ് അയ്യിം എന്ന് പറയുന്നത്. വിധവകളായിട്ടുള്ളവരോ അല്ലെങ്കിൽ മുത്തല്ലഖത്തായിട്ടുള്ള സ്ത്രീകളാണ് അയ്യിം എന്ന് പറയുന്നത്. അവരെ നിക്കാഹ് കഴിപ്പിക്കാൻ പാടില്ല ഹത്താ തുസ്തഅമറ. അവരോട് അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം, മുഷാവറ നിർബന്ധം. നേരത്തെ നിക്കാഹ് കഴിഞ്ഞ് ഒഴിവായൊരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് പുതിയൊരു വിവാഹം ആലോചിക്കുന്ന സമയത്ത് വലിയന് നേരെ പോയി ആ അഖദിൽ ഇടപെടാൻ ഒരിക്കലും പാടില്ല. മറിച്ച് അവളോട് പൂർണ്ണമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവൾക്കതിൽ താല്പര്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അത് അനുവദനീയമാവുകയുള്ളൂ. അതല്ലാതെ രൂപത്തിൽ ഒരാൾ തന്റെ ത്വലാഖായ മകളെ ഞാൻ ഇത് നിനക്ക് വിവാഹം ചെയ്തിരുന്നു എന്നിട്ട് മറ്റൊരാളുമായി അഖദിൽ ഏർപ്പെട്ടാൽ ആ അഖദ് ശരിയാവുകയില്ല. അത് ബാത്തിലായ അഖദാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ബിക്റാണെങ്കിൽ, കന്യകയാണെങ്കിൽ, ഇതുവരെ വിവാഹം കഴിയാത്ത സ്ത്രീയാണെങ്കിൽ വലാ തുൻകഹു ബിക്റു ഹത്താ തുസ്തഅ്സൻ, അവളോട് കൂടിയാലോചിക്കാനെന്ന് പറഞ്ഞിട്ടില്ല, അവളോട് അനുമതി ചേട്ടാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അവളോട് കൂടിയാലോചിക്കുന്നതിൽ പ്രത്യേകിച്ച് ഫായിദൊന്നുമില്ല. അവൾക്ക് വിവാഹത്തിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല, നേരത്തെ വിവാഹം കഴിച്ചതോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാൽ അവിടെ അനുവാദം നിർബന്ധമാണ്. രണ്ടു കൂട്ടുകാരുടെയും അനുവാദം നിർബന്ധമാണ്. ആദ്യത്തതിൽ അനുവാദത്തോടൊപ്പം തന്നെ അവരുമായി കൂടിയാലോചനയും ചർച്ചയും ഒക്കെ ആവശ്യമുണ്ട്. രണ്ടാമത്തെ ബിക്റുകളാണെങ്കിൽ, ഇതുവരെ വിവാഹം കഴിയാത്ത സ്ത്രീകളാണെങ്കിൽ അവരോട് പെർമിഷൻ വലിയ തീർച്ചയായും നടത്തേണ്ടതുണ്ട്. അപ്പോൾ ചോദിച്ചു സഹാബികൾ, യാ റസൂലല്ലാഹ് കൈഫ ഇദ്നുഹ, അവളോട് എങ്ങനെയാണ് പെർമിഷൻ ചോദിക്കേണ്ടത്, എന്താണ്? അപ്പോൾ പറഞ്ഞു അൻ തസ്കുത്, അവൾ മിണ്ടാതിരുന്നാൽ അത് അവളുടെ പ്രശ്നമാണ്. അവളുടെ മൗനം, ഒരു കന്യക മൗനം പാലിക്കുകയാണെങ്കിൽ അത് അവളുടെ സമ്മതമാണ്. കാരണം അവൾക്ക് നാണമുണ്ടാകും, ഇന്നയാളുമായി വിവാഹം ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞു. അവൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവൾ മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ മതി. കാരണം അവൾക്കത് ഞാൻ ശരിയാണ്, ഓക്കെയാണ് എന്നൊക്കെ പറയാൻ ചിലപ്പോൾ നാണമുണ്ടാകും. അപ്പൊ ആ സമയത്ത് അവളുടെ മൗനം സമ്മതമായിട്ടാണ് പരിഗണിക്കുക. എന്നാൽ കന്യക അല്ലെങ്കിൽ അവളുടെ മൗനം സമ്മതമല്ല. അവരോട് മുഷാവറ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് ഉറപ്പ് പറഞ്ഞാൽ മാത്രമേ വിധവകളോ മറ്റോ ഉള്ള കാര്യം പരിഗണിക്കുകയുള്ളൂ. എന്നാൽ കന്യകളുടേത് മൗനം തന്നെ സമ്മതമാണ്. എന്നാൽ അവൾ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ രക്ഷയില്ല. വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ രക്ഷയില്ല. അവളെ നിർബന്ധിച്ചിട്ട് ഒരു വലിയനും നിക്കാഹ് കഴിപ്പിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ നിക്കാഹ് കഴിപ്പിച്ചാൽ അത് സാധുവാവുകയുമില്ല. ഒരാൾ പറയണം ഞാൻ എൻ്റെ മകളെ ഇന്നാക്കി നിനക്ക് കല്യാണം കഴിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞാൽ മകളുടെ സമ്മതമില്ലാതെ ദീൻ ഇസ്ലാമിൽ ആ വിവാഹം നടക്കില്ല. തീർച്ചയായും അവളുടെ സമ്മതം അത്യാവശ്യമാണ്. അത് മൗനാനുവാദമാണെങ്കിലും അതല്ലെങ്കിൽ നാവ് കൊണ്ട് പറഞ്ഞിട്ടാണെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ സമ്മതം അത്യാവശ്യമാണ്. മിൻ ഫവായിദ് ഹാദൽ ഹദീസ് الفائدة الأولى وجوب استعمار المرأة إذا كان سيبا وخطبت وهو أخذ أمرها بعد المشاورة فلا بد أن تنطق وتقول نعم أريد أن أتزوج به. അത് സയ്യിബാണെങ്കിൽ അഥവാ വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ പറഞ്ഞ വിഷയം തന്നെ ഫായിദയായിട്ട് ഓരോന്ന് എടുത്തു പറയണം. അവളുമായി കൂടിയാലോചന നടത്തുക എന്നുള്ളത് വാജിബാണ്. അത് കൂടിയാലോചന എന്ന് പറഞ്ഞാൽ വഹു അഖ്ദു അംരിഹ ബഅദൽ മുഷാവറ, മുഷാവറൊക്കെ നടത്തിയിട്ട് അവളുടെ കാര്യം അവൾ പറയണം. അത് നാവ് കൊണ്ട് തന്നെ പറയണം, അതെനിക്ക് സമ്മതമാണ്, ഞാൻ ഈ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയണം. അതല്ലാതെ കേവലം അവളുടെ മൗനസമ്മതം പോരാ. കാരണം ഒരു വിവാഹം കഴിഞ്ഞ സ്ത്രീയാണ്, അവൾക്ക് ഇനി എങ്ങനെയുള്ള ആളുകളെയാണ് ഇഷ്ടപ്പെടുക, താല്പര്യപ്പെടുക. ചിലപ്പോൾ ചില സ്ത്രീകൾ ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ അവൾക്ക് അതിൻ്റെതായ മാനസികാവസ്ഥകൾ ഉണ്ടാകും. അതുകൊണ്ട് പൂർണ്ണമായി കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമേ
അത് അനുവദിക്കപ്പെടുകയുള്ളൂ. അൽഫായിദത്തു സാനിയ അന്നൽ ബിക്റ ലാ തുസവ്വജു ഹത്താ തുസ്തഅസൻ, കന്യകൾ അവരോട് പെർമിഷൻ ചോദിക്കപ്പെടാതെ വിവാഹം അവർക്ക് കഴിപ്പിക്കുകയില്ല. ബി അൻ തുഖ്ബറ ബി അന്ന ഫുലാനൻ ഖതബഹ ഫഇദാ സകതത് സുവ്വിജത് വഇദാ ആറദത് ഫഇന്നഹാ ലാ തുസവ്വജ്. അവളോട് പറഞ്ഞത് ഇന്ന ആളുമായിട്ട് നമ്മൾ നിനക്ക് വിവാഹം ആലോചിക്കുന്നുണ്ട്, അവൾ മിണ്ടാതിരുന്നാൽ സുവ്വിജത് വിവാഹം കഴിക്കപ്പെടും. വഇദാ ആറദത് അവൾ അതിനെ എതിർത്താൽ ഫഇന്നഹാ ലാ തുസവ്വജ് അവളെ എന്ത് ചെയ്യുകയില്ല, എതിർക്കുകയില്ല, അവളെ വിവാഹം കഴിപ്പിക്കുകയില്ല. അപ്പൊ അത് വലിയ ആരാണെങ്കിലും അങ്ങനെയാണ്. അത് പണ്ഡിതന്മാർ പറഞ്ഞു വലാ ഫർഖ ബൈന അൻ യകൂനൽ വലിയു അബാഹ ഔ അഖാഹ ഔ അമ്മഹ. അത് അവളുടെ ഉപ്പയാണ്. ചിലപ്പോൾ ഉപ്പ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വലിയൊരു വോയിസ് ഇല്ല എന്ന് ആരും വിചാരിക്കരുത്. ഉപ്പ മരിച്ചുപോയി, അപ്പൊ ഇനി ബാക്കിയുള്ള ഉപ്പയുടെ ജ്യേഷ്ഠന്മാരോ അനുജന്മാരോ നമ്മൾ വലിയ ഔദാര്യം ചെയ്യാണ്, അതുകൊണ്ട് തന്നെ അവളുടെ സമ്മതം ആവശ്യമില്ല എന്ന് വിചാരിക്കരുത്. മറിച്ച് അവളുടെ സഹോദരന്മാർക്ക് വലിയാണ്. അവളുടെ ഉപ്പയില്ലെങ്കിൽ അവളുടെ സഹോദരന്മാരുടെ പ്രായപൂർത്തിയെത്തിയ സഹോദരന്മാരുണ്ടെങ്കിൽ അവർക്ക് വലിയ ആകാവുന്നതാണ്. അതല്ലെങ്കിൽ അവരുടെ ഉപ്പയുടെ ജ്യേഷ്ഠാനിയന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വലിയാകാവുന്നതാണ്. ഇവരാരാണെങ്കിലും അവരെന്ത് ചെയ്യണം, ഈ സ്ത്രീയോട് പോയി നിർബന്ധമായും പെർമിഷൻ എടുത്തിരിക്കണം. അവളുടെ ഉമ്മയുടെ സഹോദരന്മാർക്ക് പിന്നീട് വലിയാകാൻ സാധിക്കില്ല. ഉമ്മയുടെ ഭാഗത്തു നിന്നുകൊണ്ട് വലിയകളില്ല. വലിയകൾ ഉപ്പയുടെ ഭാഗത്തു നിന്നാണ്. ഉപ്പയുടെ ഭാഗത്തുനിന്ന് ഇല്ലേ, പിന്നെ ഉമ്മയുടെ ഭാഗത്തുനിന്നില്ല, അങ്ങനെ വലിയ ഇല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ആ വലിയ ആരാകട്ടെ, അത് ഉപ്പ മാത്രമല്ല ആരാകട്ടെ, അവർ ഈ ആരാണോ കല്യാണം നടത്തുന്നത് അവർ എന്ത് ചെയ്യണം, നിർബന്ധമായും അവളോട് പെർമിഷൻ ചോദിക്കണമെന്നാണ്. ഇനി ഒരു സ്ത്രീ, ഒരു ബിക്റായ കന്യകയായ സ്ത്രീ അവളോട് ചോദിച്ചിട്ട് അവൾ സമ്മതിക്കുന്നില്ല, അപ്പൊ അതുമായി ബന്ധപ്പെട്ട മസ്അലയാണ്. അപ്പൊ അതുമായി അവൾ സമ്മതിക്കുന്നില്ല എങ്കിൽ അത് അനുവദിക്കപ്പെടുകയില്ല. അതെന്ത് കാരണമാണ്? ചിലപ്പോൾ അവൾ ഭൗതികമായ കാര്യമായിരിക്കും പറയുന്നുണ്ടാവുക, ചിലപ്പോൾ ദീനിയായ കാര്യമായിരിക്കാം. അപ്പൊ ചില ആള് ദീനിയൊക്കെ ഓക്കെയാണ്, പക്ഷെ അവൾക്ക് ദുനിയാവിന്റെ കാര്യത്തിൽ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവുകയില്ല. ചില ആളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ സാമ്പത്തികമായി കഴിവില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്നാണ് ഒരു സ്ത്രീ തീരുമാനിക്കുന്നത്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ. അങ്ങനെ ഒരു സ്ത്രീ പറയുകയാണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ദീനിയായിട്ട് ആളെന്നെയാണ്, നീ എന്തായാലും കല്യാണം. കാരണം ദീനിയായ ആളായതുകൊണ്ട് ഒരു പെണ്ണ് വിവാഹം കഴിക്കണം എന്നില്ല. അവൾക്ക് അവളുടേതായ താല്പര്യം ഉണ്ടാവും, അവൾക്ക് അവളുടേതായ ഇഷ്ടങ്ങളുണ്ടാകും, ഇന്ന ആളെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്നുള്ളത്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നീ ദീനിയായ ഒരാളാണെങ്കിൽ അതിനാണ് മുൻഗണന നൽകേണ്ടത്, അതിന്റെ ഹൈറുകൾ ഇത് പറഞ്ഞു കൊടുക്കാം, ഇതേ പറ്റുള്ളൂ. അതല്ലാതെ നിർബന്ധിച്ചിട്ട് ദീനിയായ ആളാണ് അന്വേഷണം വന്നത്, വാപ്പാക്ക് നല്ല താല്പര്യപ്പെട്ടിട്ടുണ്ട് മകനെ, ആ ചെക്കനെ വാപ്പാക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. വാപ്പാക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മകൾ വിവാഹം കഴിക്കണം എന്നില്ല. അവളുടെ ഇഷ്ടം നോക്കണം. അവളാണ് ജീവിതത്തിൽ അവനോടൊപ്പം പൂർണ്ണമായി ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് അവൾക്കത് പൂർണ്ണമായ താല്പര്യം വേണ്ടതുണ്ട്. അതുകൊണ്ട് അവൾ ഭൗതിക കാര്യം പറഞ്ഞ് ഒഴിവാക്കിയാലും ശരി, ദീനിന്റെ കാര്യം പറഞ്ഞ് ഒഴിവാക്കിയാലും ശരി, അത് എന്ത് ചെയ്യുകയില്ല, അനുവദിക്കപ്പെടുകയില്ല. എന്നിട്ട് അവൾ നിർബന്ധിച്ചിട്ട് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരി, കോടതിയിൽ അവൾക്ക് പോകുകയും അവൾക്ക് അവനോടൊപ്പം പിരിയാൻ എന്ത് ചെയ്യാൻ പറ്റും, അവന് പോകേണ്ടതില്ല, അവന്റെ കൂടെ പോകേണ്ടതില്ല. അവൾക്ക് താല്പര്യമില്ലാത്ത ആളുടെ കൂടെ ഒരിക്കലും പോകേണ്ടതില്ല എന്ന കാര്യം മനസ്സിലാക്കുക. എന്നാൽ ഇങ്ങനെ താല്പര്യമില്ലാതെയാണ് വിവാഹം കഴിപ്പിച്ചത്, പക്ഷെ എന്നിട്ട് അവര് വീട് കൂടുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ വർത്താനം അത് കേൾക്കുകയില്ല. അവൾ പിന്നെയാണ് പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല. ആദ്യം പറയാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്റെ താല്പര്യമില്ല, അങ്ങനെ പറയരുത്. താല്പര്യമില്ലെങ്കിൽ അവൾ ആദ്യം പറയണം. അത് വീട് കൂടുന്നതിന് മുമ്പേ തന്നെ പെണ്ണ് പറയേണ്ടതാണ്. അതല്ലാതെ അവനുമായി എല്ലാം വീട് കൂടിയതിനു ശേഷം പിന്നീട് പറയേണ്ട കാര്യമല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. അവളത് ആദ്യമേ പറയേണ്ട കാര്യമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു കാരണം പറയാതെ, സബബൊന്നും പറയാതെ തന്നെ ഒരു സ്ത്രീ വിവാഹം വേണ്ട, ഇന്ന ആളുമായിട്ട് വിവാഹം വേണ്ട എന്ന് പറയുകയാണെങ്കിലോ അദ്ദേഹം പറഞ്ഞു അല്ലംറു ഇലൈഹ ഹത്താലോ ഖാലത്ത്, അത് അവൾ പറഞ്ഞാലും ശരി ഇല്ലെങ്കിൽ ശരി അവളുടെ കയ്യിലാണ് വിഷയം. ചിലപ്പോൾ അവൾക്ക് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ, അവൾ പറയുന്നില്ല എങ്കിൽ അവളെ അതുകൊണ്ട് വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്നാണ്. എന്നാൽ അവൾ മിണ്ടാതെ നിന്നതിനാൽ അത് മതിയായതാണ്. ഒരു ബിക്റാണെങ്കിൽ മിണ്ടാതെ നിന്നു കഴിഞ്ഞാൽ അത് മതിയായതാണ് എന്നാണ് അതിന്റെ താല്പര്യം. എന്നാൽ അവൾ ഞാൻ എന്ന് പറഞ്ഞാൽ ലാഹിരിയ മദ്ഹബിന്റെ ആൾക്കാരുണ്ട്. അവർ ഹദീസിന്റെ നേരെ ലാഹിർ മാത്രം എടുത്തിട്ട് അതിനെതിരായി വന്നതൊക്കെ ചിലപ്പോൾ വലിയ അബദ്ധങ്ങൾ പറയും. അപ്പൊ അവരുടെ അഭിപ്രായം ബിക്റായ സ്ത്രീ, കന്യകായ സ്ത്രീ വിവാഹം കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് മിണ്ടാതിരിക്കുന്നില്ല. അവള് അതേന്ന് പറഞ്ഞാൽ പിന്നെ കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ്. കാരണം ഹദീസിന് അത് മനസ്സിലാക്കിയത് മിണ്ടാതെ നിന്നാലാണ് സമ്മതം എന്നാണ്. അങ്ങനല്ല, മിണ്ടാതെ നിന്നാൽ സമ്മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് വിവാഹം കഴിക്കാന്ന് പറഞ്ഞാൽ കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്നല്ല. അത് മിൻബാബില്ല, അവൾ എന്തായാലും പറ്റും. മിണ്ടാതിക്കുക എന്നുള്ളത് തന്നെ അളവ് കൊടുത്താണ്. കാരണം അവൾക്ക് മടിയായതുകൊണ്ടാണ്. അവൾ പറ്റും, ഓക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് എന്തായാലും നോക്കേണ്ട ആവശ്യമില്ല. അത് വിവാഹബന്ധം അതെന്ത് ചെയ്യാം, മുന്നോട്ടേക്ക് പോകാവുന്നതാണ് എന്നാണ്. അപ്പൊ ഈ ഇസ്ലാമിൽ അങ്ങനെ നിർബന്ധിച്ചിട്ട് ഒരു സ്ത്രീയെ വിവാഹം കഴിപ്പിക്കുക എന്നില്ല. എന്നാൽ വളരെ പ്രായം കുറഞ്ഞ സ്ത്രീയാണെങ്കിൽ, അതായത്
അവൾക്ക് അങ്ങനെ കാര്യങ്ങൾ തീരുമാനമെടുക്കാത്ത പെൺകുട്ടിയാണ് എങ്കിൽ അത് അവളുടെ ഉപ്പാക്ക് അവളുടെ ഏറ്റവും നല്ല മസ്ലഹത്ത് നോക്കിയിട്ട് അത് ചെയ്തു കൊടുക്കാമെന്നുള്ളത് അത് വേറെ മസ്അലയാണ്. അടുത്ത ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ قالت جاءت امرأة رفاعة إلى النبي صلى الله عليه وسلم فقالت كنت عند رفاعة فطلقني فبت طلاقي فتزوجت عبد الرحمن بن الزبير وإنما معه مثل هدبة الثوب فتبسم رسول الله صلى الله عليه وسلم فقال أتريدين أن ترجعي إلى رفاعة لا حتى تذوقي عسيلته ويذوق عسيلتك. قالت وأبو بكر عنده وخالد بالباب ينتظر أن يؤذن له فنادى يا أبا بكر لا تسمعوا هذه ما تجهر به عند رسول الله صلى الله عليه وسلم. ഒരു സ്ത്രീ, അവള് റിഫാ എന്ന് പറയുന്ന സ്വഹാബിയുടെ പെണ്ണാണ്. അവള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അടുത്തുണ്ടാവണം. അവരാണ് കേട്ടത്. അവർ പറഞ്ഞിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുന്തു ഇൻദ റിഫാ, ഞാൻ റിഫായുടെ ഭാര്യയായിരുന്നു, അത് റിഫായുടെ കൂടെയായിരുന്നു. ഫതല്ലഖനി, റിഫാ എന്നെ തലാഖ് ചെയ്തു. ഫബത്ത തലാഖി എന്ന് പറഞ്ഞാൽ തലാഖ് 3 കഴിഞ്ഞു എന്നാണ് അർത്ഥം. 3 വട്ടം തലാഖ് കഴിഞ്ഞു, അതാണ് ഫബത്ത തലാഖി. തലാഖ് 3 കഴിഞ്ഞതാണ്. ഫതസവ്വജ്തു അബ്ദുറഹ്മാൻ ബിൻ സുബൈർ, ഞാൻ പിന്നീട് അബ്ദുറഹ്മാൻ ബിൻ സുബൈറിനെ വിവാഹം ചെയ്തു. വഇന്നമാ മഅഹു മിസ്ലു ഹുദ്ബത്തി സൗബ്, അദ്ദേഹത്തിന് ലൈംഗിക ശേഷി കുറവാണ് എന്നുള്ളൊരു പ്രയോഗമാണ്. അത് അറബി അറിയുന്നവർക്ക് അതിന്റെ ആ പ്രയോഗം മനസ്സിലാകും. അതിന്റെ ചുരുക്കം അതാണ്. ആ രൂപത്തിൽ പറഞ്ഞു. ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതുരീദീന അൻ തർജിഇ ഇലാ റിഫാഅ, ഇനി റിഫാഅ ആദ്യത്തെ ഭർത്താവിന്റെ അടുക്കലേക്ക് തന്നെ പോകാൻ ഉദ്ദേശിക്കുകയാണോ? അപ്പോ ചോദിച്ചു, ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അത് കഴിയുകയില്ല. രണ്ടാമത്തെ ഭർത്താവുമായി ഹത്താ തദൂഖി ഉസൈലത വയദൂഖ ഉസൈലത, അവളുമായി രണ്ടാമത്തെ ഭർത്താവുമായി പൂർണ്ണമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് പിന്നീട് അത് ബന്ധം ഒഴിവാക്കുകയല്ലാതെ നിനക്ക് ഇനി ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് ഒന്നാമത്തെ ഭർത്താവിന് എന്ത് ചെയ്യാൻ പറ്റൂല, നിക്കാഹ് കഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു കൊടുത്തു. ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അബൂബക്കർ ഇൻദ, അബൂബക്കർ അവിടെ അടുത്തുണ്ട്. വഖാലിദ് ബിൻ ബാബി യൻതദിറു അൻ യുഅ്ദന ലഹു, ഖാലിദ് ബിൻ വലീദ് അദ്ദേഹം പുറത്തുണ്ട്, അദ്ദേഹം അകത്തേക്ക് കയറാൻ പെർമിഷൻ ചോദിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഫനാദ, അദ്ദേഹം വിളിച്ചു പറഞ്ഞു, യാ അബൂബക്കർ, അബൂബക്കർ അല തസ്മഉ ഹാദിഹി മാ തജ്ഹറു ബി ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ കേൾക്കുന്നില്ല, ഇതായി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് ഈ സ്ത്രീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആ പറയുന്ന വാചകങ്ങളിൽ ചില അങ്ങനത്തെ വാചകങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഈ പറയുന്നത്? അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ആ സ്ത്രീ അങ്ങനെ ഒരു നാടൻ സ്ത്രീ ആയിരിക്കണം, അവളങ്ങനെ ഗൗരവം, അവൾക്ക് ഉള്ള മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് പറയാം. അത് റസൂലുള്ളാഹിന്റെ മുന്നിലാണ് ആ പറയുന്നത് എന്നുള്ള കാര്യം അവൾ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി, അവർ ഉള്ളറിഞ്ഞ് അങ്ങനെ പറയുന്നതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും എതിർത്ത് പറഞ്ഞിട്ടില്ല. അതിന്റെ മസ്അല പറഞ്ഞു കൊടുത്ത് വിടുകയാണ് ചെയ്തത്. ഇപ്പൊ ഇവിടെ സഹോദരങ്ങളെ, ഇത് എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീയെ ഒരാൾ 3 പ്രാവശ്യം ത്വലാഖ് ചെയ്താൽ, അതായത് ഒരു ത്വലാഖ് 3 2 ത്വലാഖ് കഴിഞ്ഞാൽ ഒരാൾക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ ദീനുൽ ഇസ്ലാമിൽ നൽകുന്ന വലിയൊരു ഖൈറായ കാര്യമാണ് ത്വലാഖ് എന്ന് പറയുന്നത്. ചില ആൾ ത്വലാഖ് എന്ന് പറഞ്ഞത് വലിയ അപകടം പിടിച്ച കാര്യം പോലെയാണ്. അല്ല, ദീനുൽ ഇസ്ലാം ത്വലാഖ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം എല്ലാ ആണും പെണ്ണിനും എപ്പോഴും അത് ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നില്ല. മനുഷ്യന്മാരാണ്. ചിലപ്പോൾ ആദ്യം കാണുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടും, ആദ്യത്തെ കാര്യങ്ങളിൽ ഇഷ്ടപ്പെടും, പക്ഷെ പിന്നീട് അവർക്ക് തമ്മിൽ പൊരുത്തമില്ലാത്തൊരവസ്ഥ വരികയാണ്. അപ്പൊ അങ്ങനെ പൊരുത്തമില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ നസ്രാണികളെ പോലെ മരണം വരെ ഇങ്ങനെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് 2 പേരും ഒരുമിച്ച് കഴിയുക, എന്നും അടികൂടി പ്രയാസപ്പെട്ട് കഴിയുക എന്നല്ല ദീനുൽ ഇസ്ലാം പറയുന്നത്. എനിക്ക് സാധിക്കുന്നില്ല, അത് ഒഴിവാക്കുക. ദുനിയാവാണ്, ചെറിയ കുറഞ്ഞ കാലം ജീവിച്ചു പോകണം. ഇവിടെ ഇങ്ങനെ എന്നും പ്രയാസപ്പെട്ട് കരഞ്ഞ് ബുദ്ധിമുട്ടി അങ്ങനല്ല. ചിലപ്പോൾ ഇവള് വേറെ ഭർത്താവിന് കല്യാണം കഴിച്ചാൽ അവൾക്കൊരു കുഴപ്പമുണ്ടാവില്ല, അവൾ നന്നായി പോകും. നീ വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ നിനക്കും നന്നായി പോകും. നിങ്ങൾ രണ്ടാളും തമ്മിൽ ചിലപ്പോൾ ഒരിക്കലും യോജിക്കുകയില്ല. അങ്ങനെയുള്ള ചില പ്രയാസങ്ങളുണ്ട്. എല്ലാ ആളുകളും തമ്മിൽ യോജിക്കണം എന്നില്ല. അപ്പൊ ആ നിലക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ദീനുൽ ഇസ്ലാം നൽകുന്ന അളവാണ്. എന്നാൽ അത് ആ അളവ് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള കാര്യമായിട്ടാണ് വെച്ചത്. അനാവശ്യമായ കാര്യങ്ങൾക്ക് ഒരു കാരണവുമില്ലാതെ സ്ത്രീയെ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടി കല്യാണം കഴിച്ച് തലാഖ് ചെയ്യാം, അതൊന്നും അനുവദിക്കുന്നില്ല. 2 പ്രാവശ്യം ഒറ്റയടിക്ക് തന്നെ പഴയ കാലത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ അവർക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിലെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കങ്ങനെ 3 തലാഖ് എന്ന് പറയുന്ന കാര്യമില്ല. അവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, അവളെ ഇഷ്ടപ്പെട്ട് അവർ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചാൽ അവളെ എന്ത് ചെയ്യും? ത്വലാഖ് ചെയ്യും. ത്വലാഖ് ചെയ്ത് ഇദ്ദയുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? തിരിച്ചെടുക്കും. എന്നിട്ട് പിന്നെയും കുറച്ച് മുന്നോട്ട് പോകും, അവളെ ത്വലാഖ് ചെയ്യും. പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചെടുക്കും. അങ്ങനെ ത്വലാഖ് ചെയ്യും, തിരിച്ചെടുക്കും, ത്വലാഖ് ചെയ്യും, തിരിച്ചെടുക്കും. ഇവന്റെ കൂടെ ഇവൻ പൊറുപ്പിക്കുകയുമില്ല, എന്നാൽ മറ്റൊരാളെ കൂടെ വിവാഹം കഴിഞ്ഞ് പോകാൻ ഇവൻ താല്പര്യപ്പെടുകയുമില്ല. അവൾ ഉപദ്രവിക്കണമെന്നുള്ള ഉദ്ദേശമാണ്. അപ്പൊ 3 തലാഖിൽ ബന്ധം പൂർണ്ണമായി പിരിയ എന്ന് പറയുന്ന രീതി പഴയ കാലത്ത് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നില്ല. ദീനുൽ ഇസ്ലാം അതിൽ കൃത്യമായ നിയമം വന്നു.
ത്വലാഖ് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നിസ്സാരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതല്ല. വളരെ ഗൗരവമായി ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് കണ്ടാൽ ത്വലാഖ് ചെയ്യാം. അങ്ങനെ ത്വലാഖ് ചെയ്താൽ മനുഷ്യനാണ് 2 പ്രാവശ്യം വരെ തിരിച്ചെടുക്കാനുള്ള അവസരമൊക്കെ തരും. ചിലപ്പോൾ ത്വലാഖ് ചെയ്താലും പിന്നീട് ഖേദമുണ്ടാകാം, അപ്പോൾ തിരിച്ചെടുക്കാം. അവളുടെ ഇദ്ദ കാലഘട്ടത്തിന്റെ ഇടയിലാണ് തിരിച്ചെടുക്കുന്നതെങ്കിൽ ഞാൻ തിരിച്ചെടുത്തു എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് മതിയായതാണ്. എന്നാൽ ഇദ്ദ കാലഘട്ടം കഴിഞ്ഞു എന്ന് വിചാരിക്കുക, അവിടെ 3 ഹൈദിന്റെ കാലഘട്ടം കഴിഞ്ഞു എന്ന് വിചാരിക്കുക, 5-6 മാസം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നീട് വീണ്ടും വലിയുമായി അഖ്ദ് നടത്തിയിട്ട് വേണം വിവാഹം കഴിക്കാം. പുതിയൊരു വിവാഹം കഴിക്കുന്നത് പോലെ കഴിക്കേണ്ടി വരും. ഇത് ഒന്നാമത്തതിനും പറ്റും, രണ്ടാമത്തതിനും പറ്റും. ഇതിന് ബൈനൂനത്തു സുഗ്റ, ചെറിയ വേർപാട് എന്നാണ് പറയാം. എന്നാൽ അങ്ങനെ 2 പ്രാവശ്യം തിരിച്ചെടുത്ത ഒരു സ്ത്രീയാണ്, പിന്നെയും പ്രശ്നങ്ങളൊക്കെ ആയി, അല്ലെ മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നി, 3ാമത് ത്വലാഖ് ചെയ്താൽ അത് ലാസ്റ്റ് ഡെഡ് എൻഡാണ്. അത് ശരിക്കും ആലോചിച്ചിട്ട് ആ ത്വലാഖ് ചെയ്യാവൂ എന്നത് കാരണത്താണ് ഇനി നിനക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. അപ്പൊ 3ാമത്തെ പ്രാവശ്യം 3ാമത്തെ ചാൻസാണ്. അവിടെ ഒരാൾ ത്വലാഖ് ചെയ്താൽ ബൈനുനത്തുൻ കുബ്റായി, എന്നേക്കുമുള്ള വേർപാടായി, പിന്നീട് പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അത്വലാഖു മർറതാൻ, ത്വലാഖ് 2 പ്രാവശ്യമുണ്ട്, ഒന്ന് കഴിഞ്ഞ് വേണമെങ്കിൽ 2ാമത്തുണ്ട്. ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ, ഒന്നുകിൽ നിനക്ക് എന്ത് ചെയ്യാം, അവളെ നല്ല നിലക്ക് കൂട്ടിപ്പിടിക്കാം, അല്ലെങ്കിൽ നല്ല നിലക്ക് നിനക്ക് വിട്ടേക്കാം. ഫൈൻ ത്വല്ലഖഹ, അവളെ നീ ത്വലാഖ് ചെയ്യുകയാണെങ്കിൽ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹ, അതിനുശേഷം 3 പ്രാവശ്യം നീ ത്വലാഖ് ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരാൾ അവളെ നിക്കാഹ് ചെയ്യുകയും അവളുമായി ബന്ധപ്പെടുകയും ചെയ്തിട്ടല്ലാതെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, അവളെ ഹലാലാവുകയില്ല എന്നാണ് പറയുന്നത്. ഫൈൻ ത്വല്ലഖഹ, സ്വാഭാവികമായി ആ 2ാമത് വിവാഹം കഴിച്ച വ്യക്തി അവളെ ത്വലാഖ് ചെയ്യുകയാണെങ്കിൽ ഫലാ ജുനാഹ അലൈഹിമ, നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാം, വീണ്ടും ഒന്നിക്കാം. അപ്പൊ അങ്ങനെയാണ്. അതായത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ പിന്നീട് നിനക്ക് അവളെ നിന്റെ ആദ്യത്തെ ഭാര്യ നിനക്ക് തിരിച്ചു കിട്ടുള്ളൂ. 3 ത്വലാഖ് കഴിഞ്ഞ് ഒഴിവാക്കിയതാണെങ്കിൽ വേറൊരാൾ സ്വാഭാവികമായി, അതായത് അതിനുവേണ്ടി ഹലാലാക്കാൻ വേണ്ടി അങ്ങനെ വിവാഹം കഴിച്ചതിന് ആ വിവാഹം ശരിയാവുകയില്ല, നീ 2ാമത് തിരിച്ചെടുത്താൽ അതും ശരിയാവുകയില്ല. ഒരാൾ തൽക്കാലത്തേക്ക് തന്റെ കൂട്ടുകാരൻ, അയാൾ 3 പ്രാവശ്യം തന്റെ ഭാര്യയെ ഒഴിവാക്കി, വേറൊരാൾ തൽക്കാലത്തേക്ക് ഇയാൾക്ക് വീണ്ടും തിരിച്ചെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ വേറൊരാളുമായി വിവാഹം കഴിയാതെ ശരിയാവുകയില്ല. അപ്പം പറഞ്ഞാൽ ഒരു ദിവസത്തേക്ക് നിക്കാഹ് കഴിക്കാം, എന്നിട്ട് ഒഴിവാക്കാം എന്ന് പറഞ്ഞാൽ ആ നിക്കാഹ് തന്നെ ശരിയാവുകയില്ല. അത് മുത്തയുടെ വേറെ രൂപമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. 2ാമത് ഇയാൾ തിരിച്ചെടുത്താൽ അതും ശരിയാവുകയില്ല. കാരണം ഇത് ഹലാലാക്കുന്ന ഒരു പരിപാടി മാത്രമാണ് ചെയ്തത്. സ്വാഭാവികമായിട്ട് നടന്ന നിക്കാഹോ അതിനുശേഷം നടന്ന ത്വലാഖോ അല്ല. സ്വാഭാവികമായിട്ടൊരു നിക്കാഹ് നടക്കുകയും ഭർത്താവ് മരണപ്പെടുകയോ അല്ലെങ്കിൽ സ്വാഭാവികമായ ത്വലാഖ് നടക്കുകയോ ചെയ്താൽ മാത്രമേ ആദ്യത്തെ ഭർത്താവിന് തന്റെ ആദ്യ ഭാര്യയെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു മസലയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ റിഫാഅയുമായി ഒത്തുപോകാത്തത് കൊണ്ട് ഈ സ്ത്രീ അങ്ങനെ 3 പ്രാവശ്യം വരെ ത്വലാഖ് കാണുന്നുണ്ട്. അത് സ്വാഭാവികമാണ്, അത് സംഭവിക്കാം. അങ്ങനെ ഒരാൾ ത്വലാഖ് അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അതൊക്കെ ത്വലാഖൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര ദുരന്തമാണ് എന്ന് വിചാരിക്കേണ്ടതല്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് സ്വഹാബികൾക്കിടയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ചില സ്ത്രീകളുമായി ഒത്തുപോകാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ആ സ്ത്രീയുടെ പ്രശ്നം പുരുഷന്റെ പ്രശ്നമായിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ അവർ 2ആളും തമ്മിലുള്ള പ്രശ്നമായിരിക്കും. അവർ തമ്മിൽ വേറെ വിവാഹം നടന്ന് ഇവർ 2ആർക്കും കുഴപ്പമുണ്ടാവുകയില്ല. അല്ലെ, ചില ആളുകളുടെ സ്വഭാവം പരസ്പരം അവർക്ക് യോജിക്കുകയില്ല, എന്നാൽ അവർ വേറെ ആൾക്കാരുമായി യോജിക്കുകയും ചെയ്യും. അപ്പൊ അത് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഫബത്ത ത്വലാഖി 3 പ്രാവശ്യം ത്വലാഖ് നടന്നെന്നാ പറയും. പിന്നെ വിവാഹം കഴിച്ച അബ്ദുറഹ്മാൻ ബിൻ സുബൈർ എന്ന് പറഞ്ഞ ആളാണ്. ആൾക്കാണെങ്കിൽ അങ്ങനെയുള്ള ലൈംഗിക ശേഷിയില്ല. അപ്പൊ സ്ത്രീക്ക് ഈ വ്യക്തിയെ 2ാമത് വിവാഹം കഴിച്ച ആളെ വേണ്ട എന്ന രൂപത്തിലേക്കായി. അപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, നിനക്കിനെ ആദ്യത്തെ ഭർത്താവിന് തന്നെ വേണോ, റിഫാന്റെ അടുത്ത് തന്നെ വീണ്ടും പോകണമെന്നാണോ ആഗ്രഹിക്കുന്നത്? ഇല്ല, അങ്ങനെ പോകാൻ കഴിയില്ല. അതായത് ഇവരുമായി വിവാഹം കഴിച്ചു, ഇവരുമായി കാര്യമായ ബന്ധമൊന്നും നടന്നിട്ടില്ല. അങ്ങനെ ബന്ധം നടന്നാൽ മാത്രമേ, കേവലം നിക്കാഹ് നടത്തിയതുകൊണ്ട് മാത്രം ശരിയാവുകയില്ല. നിക്കാഹ് നടന്ന് അവർ ബന്ധത്തിലേക്ക് ഏർപ്പെട്ടാൽ മാത്രമേ, പിന്നീട് ഒഴിവാക്കിയാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 1ാമത്തെ ഭർത്താവിനെ ഇനി ലഭിക്കുകയുള്ളൂ എന്ന രൂപത്തിലേക്കാണ് പറഞ്ഞത്. അതല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും വിവാഹം ചെയ്യണം, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വിവാഹം ചെയ്യേണ്ടി വരും. അല്ലാതെ 1ാമത്തെ ഭർത്താവിനെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ദീനുൽ ഇസ്ലാം അതിനൊക്കെ വളരെ കൃത്യമായ മാനദണ്ഡങ്ങൾ, അത് ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ വളരെ കൃത്യമായി അതിനെ വെച്ചിട്ടുണ്ട്. അത് ശരിക്കും പഠിക്കാത്ത ആളുകളാണ് പലപ്പോഴും ദീനുൽ ഇസ്ലാമിന് കരിവാരിത്തേക്കുന്നത്. സ്ത്രീകളെ വെറുതെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി 3 ത്വലാഖ് ഒരുമിച്ച് ചൊല്ലി എന്നൊക്കെ പറഞ്ഞ് പ്രയാസപ്പെടുത്തുമ്പോഴാണ് പിന്നീട് അത് വേറെ നിലക്കേക്ക് ദുർവ്യാഖ്യാനിക്കപ്പെടുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നത്. ഈ ഹദീസ് എന്നുള്ള ഫായിദ അന്ന മൻ ത്വല്ലഖഹ സൗജുഹ 3 മറാത്ത് ഫഇൻഹ ലാ തഹില്ലു ഹത്താ തൻകിഹ സൗജൻ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഒരാൾ ഒരു സ്ത്രീയെ 3 പ്രാവശ്യം ത്വലാഖ് ചെയ്താൽ മറ്റൊരാൾ വിവാഹം ചെയ്ത് നിക്കാഹ് ചെയ്യാതെ, അവളുമായി ബന്ധപ്പെടാതെ പിന്നീട് ത്വലാഖ് നടക്കാതെ നിനക്ക് അവളെ അനുവാദമല്ല എന്നാണ്. അന്ന സൗത്തൽ മർഅ ലൈസ ബിഔറ. 2ാമത്തെ ഫായിദ, സ്ത്രീകളുടെ ശബ്ദം എന്ന് പറയുന്നത് ഔറത്തല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന സ്ത്രീകൾ
സംശയങ്ങൾ മറ്റൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സ്ത്രീകൾ സംസാരിക്കാൻ അതിന്റെ മര്യാദയുണ്ട്. എന്താണ്? ഫലാ തഖ്ലഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ്. അവളുടെ ശബ്ദം എന്ത് ചെയ്യാൻ പാടില്ല? വളരെ ലഘുവായി, വളരെ സോഫ്റ്റായി അന്യപുരുഷന്മാർ സംസാരിക്കുക എന്ന് പറയുന്നത് പാടില്ല. കാരണം എന്താണ്? ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ്. ഹൃദയത്തിൽ രോഗം എന്ന് പറയുന്നത് അത് ആർക്കും ഉണ്ടാകാൻ പറ്റുന്ന കാര്യമാണ്. ഹൃദയത്തിൽ രോഗം ഉണ്ടാകുന്ന അത് ഏതെങ്കിലും വലിയ ആളാണ്. ചില ആളുകൾ അങ്ങനെയാണ് വിചാരിക്കുക, അത് നിന്റെ പ്രശ്നമാണ്. അല്ല, അത് എല്ലാ പുരുഷനും ഉണ്ടാകുന്ന കാര്യമാണ്. ഹൃദയത്തിൽ പിശാച് എത്ര രോഗം ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അത് പ്രശ്നമാകും. അതുകൊണ്ട് സ്ത്രീകൾ സംസാരിക്കുന്ന സമയത്ത് വളരെ ഗൗരവത്തിൽ സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ സ്ത്രീയുടെ ശബ്ദം എന്തല്ല? ഔറത്തല്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സ്ത്രീകൾ സംസാരിച്ചിട്ടുണ്ട്. നീ മിണ്ടാതിരും പാടില്ല, പുരുഷന്മാരുടെ മിണ്ടരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. മറിച്ച് എന്ത് ചെയ്യാം? ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാം. പക്ഷെ സംസാരിക്കുന്നതിന്റെ മര്യാദ ഉണ്ട്, അത് മനസ്സിലാക്കുക. 3, ജവാദു തസ്രീഹി ബിമാ യുസ്തഹിയ മിൻ ദിക്രിഹി. നമുക്ക് ലജ്ജ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നേർക്ക് നേരെ പറയാമെന്നുള്ളത് അനുവാദമാണ്. അത്തരം ഒരു വാചകം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ നേരെ അർത്ഥം പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും പറയൽ ആവശ്യമുണ്ടെങ്കിൽ പറയാം എന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിൽമ് സഅതു ഹിൽമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിൽമിനെ കുറിച്ച്, അതായത് ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണമെങ്കിൽ അവരെ ശക്തമായി ആക്ഷേപിക്കുക ചെയ്യാം. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ആക്ഷേപിക്കാത്തത്? പണ്ഡിതന്മാർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി ഇതൊരു നാടൻ സ്ത്രീയാണ്. അവർക്ക് ചിലപ്പോൾ എങ്ങനെ ആരോട് പറയണമെന്ന് അറിയാം. ചിലപ്പോൾ നാടന്മാര് ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ അത് പച്ചയായി പറയാൻ പാടില്ല എന്നൊന്നും അറിയാത്ത ആളുകൾ ഉണ്ടാകും. അപ്പൊ അവർക്ക് ഉതിർ കൊടുക്കണം. ഒരാൾക്ക് വിവരം കൂടുതൽ കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉതിറാക്കി കൊടുക്കണം. അറിയുന്ന ഒരാൾക്ക് കൊടുക്കാത്തത്ര ഉതിർ അറിവില്ലാത്ത ഒരാൾക്ക് കൊടുക്കണം. തീരെ വിവരമില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ വന്നിട്ട് എന്തൊക്കെയോ ചിലപ്പോൾ നമ്മളോട് പറയും, ഒരു ലക്കും ലകാരമില്ലാത്ത വർത്താനൊക്കെ പറയും. അപ്പൊ അവർക്കാണ് കൂടുതൽ ഉതിർ നമ്മൾ കൊടുക്കേണ്ടത്. കാരണം അവനെ അറിയാത്തതുകൊണ്ടാണ്. എന്നാൽ അറിയുന്ന ആൾ നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ശകാരിക്കും. കാരണം അറിവില്ലാത്ത, തീരെ ഇല്ലാത്തവനെ ശകാരിച്ച ചിലപ്പോൾ അവൻ കൂടുതൽ വിവരക്കേടിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഹിൽമ് കാണിക്കുകയാണ്. അതായത് അവിടെ എന്ത് ചെയ്തിട്ടില്ല? ശക്തമായി അവരെ എതിർത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഈ ഹദീസിലുള്ള ഫായിദകൾ. അടുത്ത ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഖാല മിനസ് സുന്നത്തി. ഇത് അനസ് റളിയല്ലാഹു പറയാം. പക്ഷെ ഒരു സ്വഹാബി മിനസ് സുന്നത്തി, സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അതിന് ഹുക്മുർ റഫ് ഉണ്ട് എന്നാണ്. റസൂലുള്ള പറഞ്ഞതുപോലെയാണ്. പറഞ്ഞത് സ്വഹാബിയാണ്. പക്ഷെ മിനസ് സുന്നത്തി, സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് സ്വഹാബി പറഞ്ഞാൽ അത് വെറുതെ ഗവേഷണ ബുദ്ധിയിൽ പറയുന്ന കാര്യമല്ല, ഇജ്തിഹാദിയായി പറയുന്ന കാര്യമല്ല. മറിച്ച് അത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്നാണ്. അതുകൊണ്ടാണ് അബൂ ഖിലാബ റളിയല്ലാഹു പറയുന്നത്, വലൗ ശിഅ്തു ഖുൽതു ഇന്ന അനസൻ റഫഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇത് അനസ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഫ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയും. കാരണം അതാണ് വാചകത്തിന്റെ ശൈലി. മിനസ് സുന്ന, സുന്നത്തിൽപ്പെട്ടതാണ്. ഇദാ തസവ്വജൽ ബിക്റ അല സയ്യിബ് അഖാമ ഇൻദഹാ സബ്അൻ വഖസം വഇദാ തസവ്വജ സയ്യിബു അലൽ ബിക്ർ അഖാമ ഇൻദഹാ സലാസൻ സുമ്മ ഖസം. ഇത് ഒന്നിലധികം വിവാഹം കഴിക്കുന്ന വിഷയം വരുന്ന ഒരു സാഹചര്യത്തിലാണ് പറയുന്നത്. അപ്പൊ അതിലുള്ള സുന്നത്ത്, ഒരാൾ ഇദാ തസവ്വജൽ ബിക്റ അല സയ്യിബ്, ഒരാൾ രണ്ടാമത് വിവാഹം കഴിച്ചത് ഒരു ബിക്റിനെ, അതായത് കന്യകയാണ് രണ്ടാമത് വിവാഹം കഴിച്ചത്. ഒരു കന്യകയാണ് ഒരാൾ രണ്ടാമത് വിവാഹം കഴിക്കുന്നത്. ഒന്നാമത്തെ വിവാഹം ഭാര്യയുണ്ട്, രണ്ടാമത് കഴിച്ചത് ഒരു കന്യകയാണ്. അങ്ങനെയാണെങ്കിൽ അഖാമ ഇൻദഹാ സബ്അൻ, 7 ദിവസം അവളുടെ അടുക്കൽ നിൽക്കണം എന്നാണ്. വഖസം, പിന്നീട് ഷെയർ ചെയ്തിട്ടുള്ള ജീവിതം, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം എങ്ങനെയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു കന്യകയാണ് വിവാഹം ഒരാൾ കഴിച്ചിട്ടുള്ളത് എങ്കിൽ 7 ദിവസം അവളുടെ കൂടെ നിൽക്കണം. ഫസ്റ്റ് കല്യാണം കഴിഞ്ഞാൽ 7 ദിവസം നിൽക്കണം. വൈദാ തസവ്വജ സയ്യിബ അലൽ ബിക്ർ, എന്നാൽ ഒരാൾക്കൊരു ബിക്ർ ഉണ്ട്, പുതുതായിട്ടൊരു കല്യാണം കഴിച്ചതാണ്, അതിന് പുറമെ വേറൊരു സയ്യിബനെയാണ് ഒരാൾ കല്യാണം കഴിച്ചത് എങ്കിൽ, അതായത് വിവാഹം കഴിഞ്ഞ ഒരു വിധവയൊക്കെയാണ് കല്യാണം കഴിച്ചത് എങ്കിൽ അഖാമ ഇൻദഹാ സലാസൻ, അവളുടെ അടുക്കൽ 3 ദിവസം നിൽക്കൽ, മിനിമം 3 ദിവസം നിൽക്കണം. സുമ്മ ഖസം, പിന്നീട് എന്ത് ചെയ്യാം? പിന്നീട് അവർക്ക് ആ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഭാര്യമാർക്കിടയിലുള്ള ദിവസങ്ങൾ അവർക്ക് എന്ത് ചെയ്യാം? അത് പങ്കിടാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് അവരൊരു മര്യാദയാണ്. പുതിയ ഒരു രണ്ടാമത് വിവാഹം കഴിച്ചത് ഒരു ബിക്റാണെങ്കിൽ അവിടെ അവളുമായി കൂടുതൽ അടുപ്പമുണ്ടാകാനും മറ്റുമൊക്കെ എന്ത് ചെയ്യണം? അത് കുറച്ച് അധികം ദിവസം നിൽക്കണം, 7 ദിവസം നിൽക്കണമെന്നാണ് പറയുന്നത്. അതല്ല ഓൾറെഡി കല്യാണം കഴിഞ്ഞ സ്ത്രീയെ വിധവയാണ് കല്യാണം കഴിച്ചതെങ്കിൽ 3 ദിവസം വരെ അവളുടെ ആദ്യം ഒരുമിച്ച് നിന്നാൽ മതിയാകുന്നതാണ്. പിന്നെയാണ് നമ്മൾ വേറെ പോകാൻ പാടുള്ളൂ. ഇത് അതുമായി ബന്ധപ്പെട്ട ഒരു മര്യാദയാണ്. ഇവിടെ ഇബ്നു ഉസൈം റഹിമഹുല്ലാഹ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യം വീണ്ടും പറയുന്നുണ്ട്. ഹലിൽ അഫ്ളൽ ലിൽ ഇൻസാനി അൻ യുഅദ്ദിദ നിക്കാഹ ഔ യഖ്തസിറ അലാ വാഹിദ്, ഒരു മനുഷ്യന് ഒന്നിലധികം വിവാഹം കഴിക്കലാണ് അഫ്ളൽ, അതിൽ ഒറ്റൊന്നാണ് അഫ്ളൽ എന്ന് പറയുന്നുണ്ട്. ഇബ്നു ഉസൈം റഹിമഹുല്ലാഹയുടെ അഭിപ്രായം ഒറ്റൊന്നാണ് അഫ്ളൽ എന്നാണ്. അത് ഹംബലി മദ്ഹബിൽ ഒരുപാട് പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ്. എന്നാൽ അത് ഒരാൾക്ക് ആവശ്യമായി വരികയാണെങ്കിൽ അനുവദിക്കുന്നുണ്ട്. അത് ഹറാമാണെന്ന് പറയുന്നില്ല. അത് ഒന്നാണ് അഫ്ളൽ എന്ന് പറയാൻ കാരണം അതാണ് നമുക്ക് കൂടുതൽ
ദീനിൽ കൂടുതൽ നന്നാവുക എന്നുള്ള നിലക്കാണ്. അതല്ലാതെ ഹറാമാണ് എന്നുള്ള നിലക്കല്ല. അത് ആളുകൾക്കനുസരിച്ചിട്ട് വ്യത്യാസപ്പെടും. എന്ത് തന്നെയായാലും രണ്ടാമത് വിവാഹം കഴിക്കുന്ന ആളുകൾക്ക് ചില കാര്യങ്ങൾ വേണ്ടതുണ്ട്. എന്തൊക്കെയാണ് അവർ വേണ്ടതുണ്ട്? അവർ പറഞ്ഞു, യുഅദ്ദിദു ബിശർത്തിൻ അൻ യകൂന ഖാദിറൻ ബിമാലിഹി വബദനിഹി വമുആമലതിഹി. 3 കാര്യങ്ങൾ അയാൾക്ക് വേണം. ഒന്ന് സമ്പത്ത് വേണം. കാരണം സമ്പത്തില്ലാതെ രണ്ടാമത് വിവാഹം കഴിക്കുന്നത് നമുക്കറിയാം ഏത് നിലക്ക് ആലോചിച്ചാലും വിഡിത്താണ്. കാരണം ഒന്നാമത്തെ ആൾക്കാരെ കൊടുക്കാൻ ചെലവിനില്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ ആൾ കല്യാണം കഴിച്ചിട്ട് ചെലവിന് കൊടുക്കാതെ വേറൊരു സ്ത്രീയെ കൂടി പ്രയാസപ്പെടുത്തുക, അത് ബുദ്ധിപരമായിട്ട് തന്നെ യോജിക്കാത്ത കാര്യമാണ്. രണ്ടാമത്തത് ബദൻ, ശരീരം കൊണ്ട് 2 സ്ത്രീകളെ നോക്കാൻ ശാരീരികമായ കഴിവ് വേണം. 3 മുആമലാത്ത്. മുആമലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപാട് എന്ന് പറഞ്ഞാൽ നീതിയിൽ വർത്തിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. എല്ലാത്തിനും പ്രശ്നവും ബഹളമൊക്കെ ഉണ്ടാക്കുക, അങ്ങനെ നീതിയിൽ കല്യാണം കഴിക്കില്ല, ഒരു സ്ത്രീ കല്യാണം കഴിച്ച് മറ്റേ ഒഴിവാക്കി, ഇങ്ങനെ നീതി പാലിക്കാൻ സാധിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നാണ് നല്ലത്. ഇത് അള്ളാഹു തന്നെ പറഞ്ഞതാണ്. ഫഇൻ ഖിഫ്തും, നീ ഭയപ്പെടുകയാണ്, അഥവാ നിക്കാഹ് ഒന്നിലധികം അനുവാദം നൽകിയതിനു ശേഷം പറഞ്ഞു ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു, നിനക്ക് നീതി പാലിക്കാൻ സാധിക്കുകയില്ല എന്ന് ഭയപ്പെട്ടാൽ ഫവാഹിദ, ഒന്ന് മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ല പറഞ്ഞ അഭിപ്രായമാണ്. അപ്പൊ അത് നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ചാൽ അതിന്റെ ഖൈർ മനസ്സിലാവും. എന്നാൽ ദീനുൽ ഇസ്ലാം എന്തിനാണ് ഒരാൾക്ക് ഒന്നിലധികം വിവാഹം അനുവദിച്ചത്? അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അറിയാം. ചില പുരുഷന്മാർക്ക് അവർക്കൊരു സ്ത്രീ മതിയാകാതെ വരുന്ന അവസ്ഥ ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് മനുഷ്യരെക്കാളും കൂടുതൽ നന്നായി അറിയുന്നത്. അതുകൊണ്ട് അള്ളാഹു തആല അതിൽ തീരുമാനം പറഞ്ഞ അനുവാദം നൽകിയാൽ പിന്നീട് മനുഷ്യർക്ക് അത് ശരിയല്ല എന്ന് പറയുക അത് പാടില്ലാത്തതാണ്, അത് കുഫ്റുമാണ്. ഒരാൾ പറയാനില്ല രണ്ടാമത്തെ വിവാഹം അത് തെറ്റാണ്, അങ്ങനെ അത് ശരിയല്ല, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ശരിയല്ല എന്ന രൂപത്തിൽ ഒരാൾ സംസാരിച്ചാണെങ്കിൽ അത് കുഫ്റാകുന്ന വാക്കാണ്. അത് പാടില്ല, ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല. അവനവന് കഴിയുന്നില്ലെങ്കിൽ, അവനവന്റെ സാഹചര്യം അനുവദിക്കുന്നില്ലെങ്കിൽ അവനത് മാറി നിൽക്കാമെന്നല്ലാതെ ഒരാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ആക്ഷേപിക്കുക, അതല്ലെങ്കിൽ ആ പ്രവൃത്തിയെ തന്നെ ഒരു മോശം പ്രവൃത്തിയാകുന്ന രൂപത്തിൽ സംസാരിക്കുക, ഇതെല്ലാം വളരെ അപകടകരമായ കാര്യമാണ്. കാരണം ദീനുൽ ഇസ്ലാം അതിനെ എന്ത് ചെയ്തിട്ടില്ല, വിലക്കിയിട്ടില്ല. അതിന് അനുവാദം നൽകിയിട്ടുണ്ട്. അതിന് വ്യക്തമായ അനുവാദം നൽകിയിട്ടുണ്ട്. ആവശ്യക്കാരായ ആളുകൾക്ക് അതിന് അനുവാദമുണ്ട്. അതിന്റെ ഈ നിബന്ധനകൾ പാലിക്കണം എന്ന് മാത്രം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ചില ആളുകൾക്ക് അവർക്കൊരു കാര്യം സാധിച്ചിട്ടില്ലെങ്കിൽ ആർക്കെങ്കിലും സാധിച്ചാൽ അവരോട് അസൂയ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. ബാക്കിയുള്ള ആൾക്കാരുടെ അസൂയ നിലക്ക് സംസാരിക്കുക, എന്നിട്ട് ആ കാര്യത്തെ തന്നെ വളരെ മോശമായി പറയാം. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ശരിയാണ്, പ്രയാസമുള്ള കാര്യമാണ്, ക്ഷമിക്കുക. അതിനപ്പുറത്തേക്ക് അതിനെക്കുറിച്ച് മോശമായി നീ സംസാരിക്കുകയാണെങ്കിൽ അത് കുഫ്റാകുന്ന സംസാരം ചിലപ്പോൾ നിന്റെ വായിൽ നിന്ന് വരും. അതൊരിക്കലും പാടില്ല. അത് ഓരോ സ്ത്രീയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, ഒന്നുകൂടി ആവർത്തിച്ചു എന്ന് മാത്രം. അടുത്ത ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്ന അഹദഹും ഇദാ അറാദ അൻ യഅതി അഹ്ലഹു ഖാൽ ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബ്നാ ശൈത്താൻ വജന്നിബ് ശൈത്താന മാ റസഖ്തനാ ഫഇന്നഹു ഇൻ യുഖദ്ദർ ബൈനഹുമാ വലദുൻ ഫീ ദാലിക് ലം യദുർറഹു ശൈത്താനു അബദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയുമായി, അതായത് ഭാര്യ ഭർത്തൃ ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സുന്നത്ത് പറഞ്ഞു തരികയാണ്. എന്താണ് സുന്നത്ത്? ഒരു ഭർത്താവ് തന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബ്നാ ശൈത്താൻ, ബിസ്മില്ലാ അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുമ്മ ജന്നിബ്നാ ശൈത്താൻ, അല്ലാഹു പിശാചിനെ ഞങ്ങളിൽ നിന്നും അകറ്റണമേ, വജന്നിബി ശൈത്താന മാ റസഖ്തനാ, അതേപോലെ തന്നെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടിയെ നൽകുകയാണെങ്കിൽ ആ കുട്ടിയെയും പിശാചിൽ നിന്നും അകറ്റണമേ എന്ന ദുആ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. ഈ ദുആ നമ്മൾ ഏതൊരു ദുആയും പോലെ അത് അർത്ഥം അറിഞ്ഞ് ചിന്തിച്ചുകൊണ്ട് പറയണം. ഏതൊരു ദുആ, നമ്മൾ അല്ലാഹു പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളും, അല്ലാഹു സ്വർഗ്ഗം നൽകണം, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ജന്ന, ഇത് ചിന്തിക്കാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ഫലം കിട്ടണമെന്നില്ല. അപ്പോൾ അത് ചിന്തിച്ച് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫൈന്നഹു ഇൻ യുഖദ്ദർ ബൈനഹുമാ വലദുൻ ഫീ ദാലിക്, ആ ഒരു ബന്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടിയെ നൽകുകയാണെങ്കിൽ ലം യദുർറഹു ശൈത്താനു അബദാ, ഒരിക്കലും തന്നെ പിശാചിന്റെ ഉപദ്രവം ആ കുട്ടിക്കുണ്ടാവുകയില്ല എന്നാണ്. ഇത് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഏതൊരു ദുആയും അത് ചെയ്തു കഴിഞ്ഞാൽ അത് ചില സമയത്ത് അത് ഫലിക്കാം, ചിലപ്പോൾ ഫലിക്കാതിരിക്കാം. അത് ഫലിക്കാതിരിക്കണമെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ദുആ തടയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഈ വിഷയത്തിൽ മാത്രമല്ല. ചില ആൾ വിചാരിക്കും ഞാനെപ്പോഴും ഈ ദുആക്ക് ചൊല്ലുന്നുണ്ട്, പക്ഷെ കുട്ടി അത്ര നല്ലതല്ല, കുട്ടിയുടെ സ്വഭാവമൊക്കെ വളരെ മോശപ്പെട്ട സ്വഭാവമാണ്, അല്ലെങ്കിൽ അങ്ങനെ ആ നിലക്കാണ് എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും. അത് ഏതൊരു ദുആയും പോലെ തന്നെയാണ്. കാരണം നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിന് ഉണ്ട്. ദുആക്ക് ഉത്തരം തടയപ്പെടുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവും. ചില ഹറാമായ സമ്പാദ്യങ്ങൾ ഉണ്ടാകാം. ഇതൊരു ദുആയാണ്.
ഈ ദുആ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഹറാമായ സമ്പാദ്യം ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ ആദ്യം പഠിക്കണം. ദുആ ശരിയാകാനുള്ള നിബന്ധനകൾ പഠിക്കണം, ദുആ തടയപ്പെടുന്ന കാര്യങ്ങൾ പഠിക്കണം, ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം. അപ്പൊ ഏതൊരു ദുആയും അങ്ങനെ തന്നെയാണ്. കാരണം ദുആക്ക് ഉത്തരം കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്. ദുആക്ക് ഉത്തരം കിട്ടുന്നുള്ള കാര്യം സംശയമില്ല. ആ ദുആ ചെയ്യുന്ന ആള് അതിന് ക്വാളിറ്റി ഉണ്ടാകുക, ചെയ്യുന്ന കാര്യം, ചോദിക്കുന്ന കാര്യം ആ നിലക്ക് ചോദിക്കുക എന്നതിൽ മാത്രമേ എന്തുള്ളൂ, ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്നാണ് പറയുന്നത്. ഈ അധ്യായത്തിലെ അവസാനത്തെ ഹദീസ്. عن عقبة بن عامر رضي الله عنه أن رسول الله صلى الله عليه وسلم قال إياكم والدخول على النساء فقال رجل من الأنصار يا رسول الله أفرأيت الحمو قال الحمو الموت. ولمسلم عن أبي الطاهر عن ابن وهب قال سمعت الليث يقول الحمو أخو الزوج وما أشبهه من أقارب الزوج ابن العم ونحوه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്യ സ്ത്രീകളുടെ അടുക്കലേക്ക് പ്രവേശിക്കുന്നതുമായി വിലക്കുന്ന ഒരു ഹദീസാണ്. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വദ്ദുഖൂൽ അലൻ നിസാ, നിങ്ങൾ സ്ത്രീകളുടെ അടുക്കലേക്ക് പ്രവേശിക്കുന്നത് ശ്രദ്ധിക്കുക. സ്ത്രീ പുരുഷ സങ്കലനം പാടില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഹദീസ്. ആണും പെണ്ണും, അന്യ പുരുഷനും സ്ത്രീകളും ഒരുമിച്ചിരിക്കുന്നത് പാടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു തെളിവാണ് ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കാണ്. ഇയ്യാക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഉഹദ്ദിറുക്കും, ഞാൻ നിങ്ങളെ താക്കീത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അന്യ സ്ത്രീകളുടെ അടുക്കലേക്ക് പുരുഷന്മാര് പോയിരിക്കുക, അവർ കൂടെ ഇരിക്കുക, അത് പാടില്ലാത്ത കാര്യമാണ്. ആളുകൾ വളരെ ലാഘവത്തോടു കൂടി കാണുന്ന ഒരു കാര്യമാണിത്. അത് ഓഫീസിലാണെങ്കിലും ശരി, സ്കൂളുകളിലാണെങ്കിലും ശരി, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, എല്ലാ സ്ഥലത്തും ഇത് വളരെ ലാഘവ ബുദ്ധിയോടുകൂടി കാണുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് ഏറ്റവും ആദ്യം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ വീടുകളിലുമുള്ള രക്ഷകർത്താക്കളാണ് സ്ത്രീകൾ. അവരെ വീട്ടിലുള്ള സ്ത്രീകളെ ഇത്തരം പുരുഷന്മാരുമായി കൂടിക്കലരുന്ന സ്ഥാപനങ്ങളിലേക്കും മറ്റും പറഞ്ഞയക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള സ്ഥാപനമുണ്ടെങ്കിൽ അങ്ങനെ, പ്രത്യേകിച്ചും ആവശ്യമില്ലാത്തത് ജോലിക്കും മറ്റുമൊക്കെ വിടുന്ന ആളുകളെ കാണാൻ പറ്റും. തന്റെ മകളെയും അതേപോലെ തന്നെ സഹോദരിയൊക്കെ ഇത്തരം ആവശ്യം അന്യപുരുഷന്മാരുടെ ഓഫീസിലും ഇന്ന ആൾക്കാരുടെ കൂടെയൊക്കെ വിടുന്നത് കാണാൻ സാധിക്കും. അത് പാടില്ല. കാരണം അന്യപുരുഷന്മാരുടെ കൂടെ ജോലി ചെയ്യുക എന്നുള്ളത് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇയ്യാക്കും വദ്ദുഖൂൽ അലൻ നിസാ, സ്ത്രീകളുടെ ഇടയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് നിങ്ങൾ സൂക്ഷിക്കുക. ഫഖാല റജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ടുള്ള ഒരു വ്യക്തി ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫറഅയ്തൽ ഹമു, അല്ലാഹുവിന്റെ റസൂലെ, ഹമുവിന്റെ കാര്യം എന്താണ്? ആരാണ് ഹമു? ഹമു ആരാ എന്നുള്ളത്, അത് അഖു സൗജ്, ഭർത്താവിന്റെ സഹോദരൻ അല്ലെങ്കിൽ ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കൾ ആരും ആകാം. ഭർത്താവിന്റെ സഹോദരൻ, അനിയനാകാം, ജ്യേഷ്ഠനാകാം, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഇതിൽ പറഞ്ഞതുപോലെ ഇബ്നു അം, ഭർത്താവിന്റെ ഉപ്പയുടെ സഹോദരനും, ആരും ഭർത്താവിന്റെ ഭാഗത്തുള്ള ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള ആണുങ്ങളെല്ലാം ഹം എന്നാണ് പറയുന്നത്. ഭർത്താവിന്റെ ഉപ്പ വരികയില്ല, കാരണം ഭർത്താവിന്റെ ഉപ്പ മഹ്റമാണ്. ഭർത്താവിന്റെ ഉപ്പ മഹ്റമാണ്. അതല്ലാത്ത ആളുകളെല്ലാം തന്നെ മഹ്റമല്ല, തീരെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഹമുൽ മൗത്ത്, അത് മരണമാണ് എന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്? കാരണം ഇവരെ പൊതുവെ വീട്ടിൽ തന്നെ ഉള്ളത് കാരണത്താൽ ആളുകൾ എന്ത് ചെയ്യുകയില്ല, അത് സംശയിക്കുകയില്ല. കാരണം ഒരു പുരുഷനെ ഇപ്പൊ മറ്റേതെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് മറ്റൊക്കെ കണ്ട ആൾ ശ്രദ്ധിക്കുക, ഇയാളെന്താ ആ വീട്ടിൽ, ഇയാളെന്താ ഈ വീട്ടിൽ നിന്ന് ആളുകൾ സംസാരിക്കും. പക്ഷേ സ്വന്തം ഭാര്യയുടെ വീട്ടിലാണ്, ഭാര്യയുടെ അനിയത്തിയാണ്, അതല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ വീട്ടിലാണ്, ഭർത്താവിന്റെ അനിയനാണ്. അപ്പൊ ഇതൊക്കെ ഹമുവായിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാറില്ല, അത് ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ പൊതുവെ ആളുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും. അപ്പൊ അത്തരം കാര്യത്തിനെ കുറിച്ച് വളരെ ഗൗരവത്തിൽ പറയുകയാണ്. അതുകൊണ്ട് ആ വിഷയം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് നേരത്തെ പറഞ്ഞ കാര്യം പറയാണ്. ചില ആളുകൾ പറയും, തന്റെ ഭാര്യയെ വീട്ടിലേക്ക് ആക്കിയാൽ ചിലപ്പോ ഞാൻ ജോലിക്ക് പോയ ഭർത്താവിന്റെ അനിയൻ അല്ലെങ്കിൽ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ ഉണ്ടാകും, എന്താണ് ചെയ്യേണ്ടത്? അത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ദീനുൽ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനിയനോ ഇവന്റെ ഭാര്യയുമായി, ഒരാളുടെ ഭാര്യയുമായി വീട്ടിൽ തനിച്ചാവുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ അതിന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അതിന്റെ ഒരുപാട് സൊല്യൂഷൻ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇത് വായിച്ചതാണ്, അദ്ദേഹം ഈ ഹദീസിലും ഇത് ആവർത്തിക്കുന്നുണ്ട്. ഒന്നുകിൽ നീ ഒന്നുകൂടി വിവാഹം കഴിക്കുക, എന്നാൽ വേറൊരു സ്ത്രീയും കൂടി അവിടെ ഉണ്ടാവും. അതാണ് ഒരു കാരണമായി പറയുന്നത്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ജ്യേഷ്ഠനോ അനിയനോ അവന്റെ ഭാര്യയും കൂടി അവിടെ നിർത്തിക്കാൻ പറയാം. അവനോട് വിവാഹം കഴിക്കാത്ത അവൻ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ അവന്റെ ഭാര്യയെ വേറെ ആണെങ്കിൽ അത് ആ വീട്ടിൽ തന്നെ നിൽക്കാൻ പറയാം. അപ്പോൾ തനിച്ചാവുകയില്ല. അതല്ലെങ്കിൽ നീ ജോലിക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ നിന്റെ ഭാര്യ അവളുടെ വീട്ടിൽ തന്നെ കൊണ്ടാക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ ആ നിലക്ക് ഏതെങ്കിലും നിലക്ക് ഒരാൾ സൂക്ഷിച്ചാൽ അതിന് മാർഗം ഉണ്ടാവും, സൂക്ഷിച്ചാൽ മാർഗം ഉണ്ടാവും. അതേപോലെ തന്നെ കുടുംബ ബന്ധം മുറിയാത്ത രൂപത്തിൽ ശ്രദ്ധിക്കാനും അദ്ദേഹം പറയുന്നു. നമ്മൾ മുറിയാത്ത രൂപത്തിൽ, കാരണം ഈ വിഷയത്തിൽ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കാരണം വിവരമില്ലാത്ത ആളുകളാണ് ബഹുഭൂരിപക്ഷം ഉള്ളത്, ബഹുഭൂരിപക്ഷം. കാരണം ഇവിടെ പറയുന്ന ഏതൊരു ഇസ്ലാമിക സംഘടനകളാകട്ടെ ഗ്രൂപ്പുകളാകട്ടെ ഇത്തരം പ്രധാനപ്പെട്ട ദീനിന്റെ മസലകൾ പഠിപ്പിച്ചു കൊടുക്കുകയില്ല. അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കുക, എന്താണ് ആൾക്കാർ ഇത്തരം വിവരമില്ലാതായി പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം? ഇവിടെ
ആയിരക്കണക്കിന് സംഘടനകളും ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഇത്തരം പ്രധാനപ്പെട്ട ദീനിന്റെ ഒരു അടിസ്ഥാനപരമായ മസാലയാണ്, ദീനിന്റെ അടിസ്ഥാനപരമായി പാലിക്കേണ്ട മര്യാദയാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയില്ല. ഈ സമസ്തയുടെ ആയിരക്കണക്കിന് മദ്രസകളിലാകട്ടെ അതല്ലെങ്കിൽ മസ്ജിദുകളിലാകട്ടെ ആഴ്ചയിൽ പറയുന്ന ഖുത്ബയിൽ ഈ അറബിയിൽ നബാത്തി ഖുത്ബയും വായിച്ചത് മനുഷ്യനൊരു ഉപകാരം ഉണ്ടാവുകയില്ല, ഒരാൾക്കൊരു ഗുണമാണ് ലഭിക്കുകയില്ല. ഇങ്ങനെയുള്ള മസാലകൾ ജനങ്ങൾക്ക് ഇടയ്ക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ജനങ്ങൾക്ക് ആ വിഷയത്തിലൊരു ബോധം ഉണ്ടാകും. ഒരു കാര്യം അങ്ങനെയാണ്, ഒരു ചെറുപ്പം മുതലേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനുഷ്യന്മാർക്ക് അതിന് ബോധം ഉണ്ടാകും. അറബികളായ ആളുകൾക്ക് ഈ വിഷയത്തിൽ പ്രശ്നമില്ല. കാരണം അവർ പണ്ട് തൊട്ടേ ഇത് പഠിച്ചു മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഒരു പുരുഷൻ അയാളുടെ ഭാര്യ ഉണ്ടെങ്കിൽ അവിടെ സ്വന്തം സഹോദരൻ പോലും അവിടേക്ക് പ്രവേശിക്കുകയില്ല. അതവർക്ക് അറിയപ്പെട്ട കാര്യമാണ്. ഒരു പുറത്തുനിന്ന് അന്യ പുരുഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം വരാൻ പറ്റുന്ന സ്ഥലം അവരുടെ മജ്ലിസുകളാണ്. അല്ലാതെ ഇങ്ങനെ അടുക്കളയിലേക്കും പിന്നെ സ്ത്രീകളുടെ അടുത്തൊക്കെ വന്നിട്ട് അവരൊക്കെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ജോലി അടിച്ചിരിക്കുക എന്നത് അറബികൾക്ക് പരിചയമില്ല. കാരണം അവർ കാരണവന്മാരെ ആ നിലക്ക് മര്യാദ, ഇസ്ലാമിന്റെ മര്യാദ പഠിച്ചു വളർന്ന ആളുകളാണ്. നമ്മുടെ നാട്ടിൽ പിന്നെ അങ്ങനെ മര്യാദകൾ പഠിപ്പിക്കുന്നതില്ല. ഒരു ഭാഗത്ത് ഈ പറയുന്ന സമസ്തയെ പോലുള്ള സംഘടനകളാണെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും പ്രധാനപ്പെട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. ചിലപ്പോൾ ചില ആളുകൾ ഉണ്ടായേക്കാം. ഇപ്പുറത്ത് പുരോഗമനവാദികളാണ് എന്ന് പറയുന്ന കുറെ ഇസ്ലാഹി പ്രസ്ഥാനങ്ങൾ, ഇവരാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഞങ്ങളാണ് സ്ത്രീകളെ പുറത്തേക്ക് ഇറക്കിയത് എന്ന് പറഞ്ഞിട്ട് വലിയ അഹങ്കരിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ നിലയ്ക്ക് ഇതും പറഞ്ഞു കൊടുക്കുകയില്ല. അതുകൊണ്ട് മൊത്തത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പുതുതായി ദീനിന്റെ കാര്യം അത് ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അവൻ ഒറ്റപ്പെടുകയാണ്. ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ്. ഇത് ഇവനെന്താ ഒരു പുതിയ തീവ്രത? ഇവൻ ഒരു തീവ്രതയുമില്ല. ദീൻ ഇസ്ലാം നേർക്ക് നമ്മൾ ഈ ഹദീസിൽ പറഞ്ഞ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് അൽഹമു അൽ മൗത്ത്. അൽഹമു അൽ മൗത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. അല്ലെ നമ്മൾ കണ്ടെത്തിയ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പ്രത്യേകമായ അയാൾ കണ്ടെത്തിയ ഒരു ഗവേഷണം അല്ലെ ഇവർ പറയും ഈ സലഫികൾ ഇവർ കൊണ്ടുവന്നതാണ്. ആണോ? ഇത് സലഫികൾ കൊണ്ടുവന്നതാണ്? ഇത് അല്ല. ഇത് ദീനുൽ ഇസ്ലാം, സലഫികൾ എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും സഹാബികൾ മനസ്സിലാക്കിയതുപോലെ പ്രവർത്തിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് പുതിയ ഗവേഷണങ്ങൾക്കോ സലഫിയത്തിൽ സാധ്യതയില്ല. സലഫിയത്തിന് പറയുകയുമില്ല. അതിൽ ബിദ്അത്ത് എന്നാണ് സലഫികൾ പറയുക. പുതുതായി കണ്ടെത്തിയ കാര്യങ്ങൾക്ക് പഴയത് മാത്രമാണ് സലഫിയത്ത്. പുതുതായി ഉണ്ടാകുന്ന ഗവേഷണങ്ങൾ, പുതുതായി ഉണ്ടാകുന്ന കാഴ്ചപ്പാടുകൾ, പുതുതായി ഉണ്ടാകുന്ന ആഘോഷങ്ങളൊക്കെ ബിദ്അത്ത് എന്നാണ് പറയുക. ഇതൊക്കെ പഴയ കാര്യമാണ്. ഇതിലുള്ള പഴയ കാര്യത്തിലുള്ള കാര്യമാണ്, റസൂലുള്ളാഹിന്റെ ഹദീസിലുള്ള കാര്യമാണ്. അത് വെറുതെ പറഞ്ഞു പോകുകയല്ല, സ്വഹാബി ചോദിക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ആയാൽ എന്താണ്? ഹമുവിന്റെ കാര്യം എന്താണ്? ഭർത്താവിന്റെ സഹോദരങ്ങളുടെ വിഷയം എന്താണ്? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അൽഹമു അൽ മൗത്ത് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ഈ ഹദീസുണ്ട്, ഇത് ബുഖാരിയിലും മുസ്ലിമിലുള്ള സ്വഹീഹ ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഇങ്ങനെ കിട്ടിയിട്ട് നിനക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, പിന്നെ നീ എന്ത് മുസ്ലിമാണ്? നീ എന്ത് നിന്റെ മുഹമ്മദ് റസൂലുള്ള എന്താണ്? നീ പഠിക്കണം. ഇതെല്ലാവർക്കും ബാധകമാണ്. ഈ പറയുന്ന, ഞാൻ പറയുന്ന, നേരത്തെ പറഞ്ഞല്ലോ, ഈ പറയുന്ന ഏത് ഗ്രൂപ്പിലുള്ള ആളുകളും ഇത്തരം കാര്യങ്ങൾ അവർക്ക് വളരെ ലാഘവ ബുദ്ധിയാണ്. ഇതാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീവ്രതയായിട്ട്, ഇത് ഇവനൊരു എവിടെയില്ലാത്തൊരു പുതിയത്, നമ്മളൊന്നും ഇത്രയും കാലം ഇല്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു കുറച്ചിലാണ്. നമ്മൾ ഇത്രയും കാലം ഇതിന്റെ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരെ നമുക്ക് ഈ വിഷയമൊന്നും അറിയില്ല. അപ്പൊ ഇവൻ പുതിയ ഇപ്പൊ ഒരു ചെറുപ്പക്കാരൻ കൊണ്ടുവന്നു. ഈ ഒരു കുറച്ചിലൊക്കെയാണ്. ഇതൊക്കെ മാറ്റിവെക്കണം സഹോദരങ്ങളെ. ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞാൽ സമിഅനാ വഅതഅനാ. റസൂലിന്റെ ഹദീസിലുണ്ടോ അതാണ് നീ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിനറ്റവും അതിനെ തലന്റെ മുകളിലേക്ക് അവൻ വെക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, റസൂലിന്റെ ഹദീസിലുള്ളതാണോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇത്രയും കാലം അറിഞ്ഞില്ലല്ലോ, അതിന് ഇസ്തിഗ്ഫാർ തേടുക. നമ്മൾ വിവരമില്ലാത്തായിപ്പോ അതിന് ഇസ്തിഗ്ഫാർ തേടുക. റസൂലുള്ളാഹിന്റെ ഹദീസിലൊരു കാര്യമാണല്ലേ, ഇന്നെ പാലിക്കണം എന്ന ഒരു മെന്റാലിറ്റിക്ക് പകരം ഇത് നമ്മൾക്ക് ഇതൊന്നും അറിയില്ല, നമ്മളിതൊന്നും ഇത്രയും കാലം പഠിച്ചിട്ടില്ല, ഇത് പുതിയതാണെന്ന് പറയാം. പുതിയതാണെന്ന് എങ്ങനെയാണ് പറയാം? ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യത്തിൽ പുതുതാണെന്ന് എങ്ങനെ പറയാം? ഇജ്മാ ഉള്ള വിഷയമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആലിമിന് ഖിലാഫുള്ള കാര്യമൊന്നുമല്ല. ഭർത്താവിന്റെ അനിയൻ അത് മഹറമാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഭർത്താവിന്റെ അനിയനുമായി ഒന്നിച്ചാകാം, കുഴപ്പമില്ല, ആരെങ്കിലും സഹോദരങ്ങളെ പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് ഖിലാഫുള്ള വിഷയമല്ല, പക്ഷേ ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ട് അത് പഠിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, കുടുംബ ബന്ധത്തിലൊക്കെ ചിലപ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാകും. വരെ ഏറ്റവും നല്ല രൂപത്തിൽ ഹിക്മത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടും ഒരാൾ ബന്ധം മുറിക്കുകയോ, ചില ജ്യേഷ്ഠന്മാരും മിണ്ടൂല അല്ലെ, അനിയന്റെ ഭാര്യനെ കാണിച്ചു കൊടുക്കാത്തതുകൊണ്ട്, മുന്നിൽ നിൽക്കാത്തതുകൊണ്ട് മുണ്ടാത്ത ജ്യേഷ്ഠന്മാരുണ്ടാകും, തിരിച്ചുണ്ടാകും. നമുക്കൊന്നും ഉത്തരവാദിത്തമില്ല, നമുക്കതിന് ഉത്തരവാദിത്തമില്ല. അതിന്റെ കുറ്റം അയാൾക്കാണ്. ജാഹില് ദുനിയാവിൽ തന്നെ കിട്ടുന്ന അതിന്റെ അവസ്ഥയാണ്, ദുരവസ്ഥയാണ്. അവനത് പഠിക്കുക, തിരുത്തുക എന്നതിനപ്പുറത്തേക്ക് സഹോദരങ്ങളെ നമുക്ക് മറ്റൊന്നും അത് ചെയ്യാനില്ല. ഈ കാര്യം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദീന് കൃത്യമായി മനസ്സിലാക്കാൻ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.